സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈവനിങ് സമയത്തിനായി സ്തോത്രം ചെയ്ത് പിന്നെയും ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായി കടന്നു വരുവാൻ കൊണ്ടൊരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ധൈര്യത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. വിവിധ ഭാഗത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട് കർത്താവിടുത്തെ മഹത്വം ഞങ്ങളുടെ ബലി വെളിപ്പെടുത്തിക്കാട്ട് തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലായിടത്തും കരങ്ങളെ കേൾപ്പിക്കുന്നു. വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാക്കണമേ. അമേൻ, അമേൻ. നമുക്കിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ട അലക്സ് ചാക്കോ പാസ്റ്ററും കുടുംബവുമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ ക്യാപിറ്റലാകുന്ന പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ കടൽ യാത്ര ചെയ്ത് എത്തുവാൻ കഴിയുന്ന ഒരു ദ്വീപാണ് ഹഡ്ബേ എന്ന് പറയുന്ന ദ്വീപ്. ആ ദ്വീപിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 120 കിലോമീറ്റർ കടൽ മാർഗം കപ്പലിലോ വലിയ ബോട്ടിലോ വേണം സഞ്ചരിക്കുവാൻ. 10 മണിക്കൂറോളം എടുക്കും ആ ഒരു കപ്പൽ യാത്ര. എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ അൻഡമാനിൽ തന്നെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ജോൺസൺ ഡാനിയൽ പാസ്റ്ററാണ് നമുക്ക് പ്രിയ ദേവദാസിനെ പരിചയപ്പെടുത്തി തന്നത്. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവിടുത്തെ ലോക്കൽ ID ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 1500 രൂപയോളം ഒരു സൈഡ് യാത്രാ ചിലവുണ്ട്. 2 സൈഡ് ട്രാവൽ ചെയ്യുമ്പോൾ 3000 രൂപ. വലിയ ഒരു ഭാരിച്ച ചിലവുള്ള, ഇന്ത്യയിലാണെങ്കിലും വിദേശ രാജ്യത്ത് താമസിക്കുന്ന പോലെ തന്നെ ചിലവുള്ള ഒരു സ്ഥലമാണ് ആൻഡമാൻസ്. വിലക്കയറ്റം, യാത്രയിലെ ചിലവുകൾ, ഇതൊക്കെ നേരിട്ട് കർത്താവിന് വേണ്ടി ആ ദ്വീപിൽ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെയാണ് നമുക്ക് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ ലഭിച്ചിരിക്കുന്നത്. കർത്താവ് സഹായിക്കുക, അനുഗ്രഹിച്ചിട്ട് നമുക്ക് ദേവദാസിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കേൾക്കാം. പാസ്റ്ററെ വെൽക്കം ചെയ്യുകയാണ്. പാസ്റ്റർക്ക് കുടുംബത്തെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് തുടങ്ങാം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എൻ്റെ മൂത്ത പെങ്ങളുടെ പേര് മറിയക്കുട്ടി. രണ്ടാമത്തെ എൻ്റെ സഹോദരനാണ് ജോസഫ്. മൂന്നാമത്തെ അലക്സ് ചാക്കോ. 4-മത്തെ ഏലിയാമ്മ. ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. എൻ്റെ മൂത്ത മകളെ വിവാഹം നടത്തുവാനോ ഒന്നും കഴിയാത്ത കാലഘട്ടത്തിലായിരുന്നു. ചേച്ചി നല്ലപോലെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. സ്കൂളിൽ നമ്പർ 1 ആയിരുന്നു. പക്ഷെ ആവശ്യമായ വസ്ത്രം കൊടുക്കുവാനോ ഭക്ഷണം കൊടുക്കുവാനോ പുസ്തകം മേടിക്കുവാനോ ഗതിയില്ലാതെ എൻ്റെ പെങ്ങളുടെ പഠനം അവസാനിച്ചു. ഇതിനെല്ലാം കാരണം എൻ്റെ ഫാദറിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഒത്തിരി അനുഭവിക്കാൻ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിലേക്ക് താമസം മാറിയത്. ചില മാസങ്ങൾ കഴിഞ്ഞു. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ കടന്നു വരുവാനിടയായി. അങ്ങനെ ഒരു സുപ്രഭാതത്തില് എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ല. അന്ത്യാഫീസിലാണ് ജോലി ചെയ്യുന്നത്. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ നടന്നു വരണം. വന്നിട്ടാണ് അന്ത്യാഫീസിൽ ജോലി ചെയ്യുന്നത്. ആ ജോലി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ മൂത്ത പെങ്ങളും എൻ്റെ അമ്മയും ഈ അരുന്നല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തൊണ്ടടിക്കുന്ന ഉണ്ട്, കയറ് പിരിക്കുന്ന സ്ഥലം. അവിടെ പോയി തൊണ്ടടിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾക്ക് ചെലവിനിരുന്നത്. ഞങ്ങളുടെ ഫാദർ വരുവാനും ഒന്നും കഴിയത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു 5-6 വയസ്സ് സമയമാണ് ആ കാലഘട്ടം. അപ്പോഴ് ഞങ്ങൾക്ക് സമയത്തിന് ഭക്ഷണം തരുവാനോ ആരുമില്ല. എൻ്റെ ഇളയ പെങ്ങള് വിശക്കുമ്പം എന്നോട് പറയും, എനിക്ക് വിശക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾ താമസിക്കും തൊട്ടപ്പുറത്ത് ഒരു ഹൈന്ദവ കുടുംബം. അവിടെ ചെന്ന് ഞാൻ കഞ്ഞവെള്ളം ചോദിക്കുമ്പോൾ കുറച്ച് പറ്റിട്ട് തരും. അതുകൊണ്ട് എൻ്റെ പങ്ക് കൂടും. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തില്, ഒരു സന്ധ്യയുടെ യാമത്തില് എൻ്റെ അന്ന് പകലൊന്നും ഞാൻ കഴിക്കാനൊന്നുമില്ല. ഈ കാലഘട്ടത്തിലാണെങ്കിൽ എൻ്റെ ഇളയ പെങ്ങള് വിശക്കുന്ന അനുഭവങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ കഞ്ഞിയൊക്കെ മേടിച്ചു കൊടുത്ത് അവളെ എൻ്റെ ഞാൻ കുട്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങള് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വെച്ചാൽ ഞാൻ അന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്നും എൻ്റെ സ്കൂളിലേക്ക് വരുന്ന കിലോമീറ്റർ ഏകദേശം 10-11 കിലോമീറ്റർ. രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. അങ്ങനെ ആസാംകോട്ട CSIയുടെ ഒരു സ്കൂളുണ്ട്, പ്രൈമറി സ്കൂളുണ്ട്, ചെറുക്കമ്പലി സ്കൂൾ എന്ന് പറയും. അവിടെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഞങ്ങൾ നടന്നു വരണം. എൻ്റെ പെങ്ങള് 1-ാം ക്ലാസ്സിൽ, ഞാൻ 3-ാം ക്ലാസ്സിൽ. ഈ വരുന്ന സമയത്താണെങ്കിൽ എൻ്റെ
പെങ്ങള് പറയുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ ഞങ്ങൾ നടന്നു വരിക, ഭക്ഷണമൊന്നുമില്ല, രാത്രി ചിലപ്പം ചീനി പുഴുങ്ങിയതായിരിക്കും, അതും വെള്ളവും കുടിച്ചായിരിക്കും കിടക്കുന്നത്. എന്നാൽ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഗവൺമെന്റ് ജോലി മേടിച്ചു കൊടുത്ത എൻ്റെ ഫാദറാണ്, സർക്കാർ ജോലിയൊക്കെ മേടിച്ചു കൊടുത്തു. പക്ഷെ സാഹചര്യങ്ങൾ വന്നപ്പോൾ അവരെല്ലാം ഞങ്ങളെ തള്ളിക്കളയോ ഒരു നേരത്തെ ഭക്ഷണം പോലും തരാൻ വയ്യാത്ത സാഹചര്യങ്ങൾ ഞങ്ങൾ വന്നു. പക്ഷെ നമുക്കൊരു പരാതിയോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വരുന്ന സമയത്ത് എൻ്റെ ഇളയ പെങ്ങള് പറയണം, ഡായി എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവരുന്ന പുസ്തകം എടുത്ത് റോഡിന്റെ സൈഡിൽ വെക്കും. സൈഡിൽ വെച്ചിട്ട് അന്ന് കയ്യാലയുണ്ട്, ഇന്ന് കയ്യാലയില്ല, അന്ന് കയ്യാലയുള്ള കാലഘട്ടമാണ്. ആ കയ്യാലയിൽ കൂടെ ഈ നല്ല ഇനം പോച്ച ഇങ്ങനെ പടർന്നു കിടക്കും. ആ പോച്ച പറിച്ച് ഞാൻ കൊണ്ടുവന്ന് ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പുട്ട് മേടിച്ച് എൻ്റെ ഇളയ പെങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ അത് കുറെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു സുപ്രഭാതത്തിലെങ്കിൽ രാത്രില് ഒരു 7 മണിയായി. ഈ സമയത്ത് എൻ്റെ അമ്മ അന്ന് ഭയങ്കര പ്രയാസത്തിൽ കടന്നു സാഹചര്യത്തിൽ എൻ്റെ അമ്മ തൊട്ടടുത്ത കടയിൽ പോയി ഒരു തൂക്കം ചീനി മേടിച്ചോണ്ട് വന്നു. ചീനി എന്ന് വെച്ചാൽ ഈ കപ്പ, മലയാളം കപ്പ എന്ന് പറയും. അപ്പം കപ്പ മേടിച്ചോണ്ട് വന്ന് അത് അരിഞ്ഞ് വേവിക്കാൻ മീൻ മേടിച്ചു. പക്ഷെ മുളകൊന്നുമില്ല. അതിന് ഞങ്ങളുടെ ഇരുട്ടാകുമ്പം തൊട്ടപ്പുറത്ത് കുരുമുളക് തോട്ടത്തിൽ പോയിട്ട് അവിടുന്ന് കുരുമുളക് ഞാൻ എൻ്റെ ഇടവേം കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പ് ഇട്ട് ആണ് കറി ഇട്ട് ഞങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് ചീനി അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ആ ചീനിയും പിന്നെ ആ മുറവും എല്ലാം കൂടെ എടുത്ത് കല്യൂട്ടാൻകുഴിലേക്ക് കുറച്ച് കയറി. ഞാനും മോളും എൻ്റെ ഇളയ പെങ്ങളും കൂടെ കൂടി ഒരു അന്ന് വിളക്ക് കത്തിച്ചിട്ട് അതുകൊണ്ട് പോയി ആ വെട്ടുകല്ല് എത്തുന്ന സ്ഥലമാണ്, മണ്ണെല്ലാം ഇളക്കി കിടക്കുന്നു. അവിടെ ഈ ചീനി വീണ് ആ ചീനിയൊക്കെ പറക്കി ഞാൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അന്ന് വേവിച്ചു. അന്ന് രാത്രി ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തു. എവിടേക്ക് പോകുന്നു, എവിടെ നിൽക്കും, ആര് സഹായിക്കുമെന്നും അറിയില്ല. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത പെങ്ങള് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു, നമ്മൾ സഹോദരങ്ങൾ 4 പേരും അമ്മയും നമ്മൾക്ക് ഒന്നീ ആറ്റിച്ചാടി മരിക്കാം, അതല്ലെങ്കിൽ ട്രെയിനിൽ കയറി മരിക്കാം, നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, മരണം മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലുള്ളത്. അപ്പോ എനിക്കന്ന് 7-8 വയസ്സുള്ളൂ. അപ്പൊ എന്നോട് ഞാൻ എൻ്റെ മൂത്ത പെങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി നമുക്ക് ഇന്നല്ല നാളെ ഈ സ്ഥിതിക്ക് മാറ്റം വരും, ദൈവം മാറ്റും, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങള് രാത്രി ഏകദേശം 12 മണിയായപ്പോ 6-7 കിലോമീറ്റർ ദൂരം വന്ന ഒരു ഭവനത്തിൽ താമസിച്ചു. അവിടെ നിന്നതിന് ശേഷമാണ് ഞങ്ങള് ഇപ്പോൾ വസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരാൻ ഇടയായി. അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പട്ടിണിയും പ്രതിസന്ധികള്, അതേപോലെ തന്നെ മറ്റുള്ള നിന്ദകള്, ഇതൊക്കെ ഒത്തിരി കേട്ട് സഹിച്ചു. അങ്ങനെ 1980 ഞാൻ SLC പാസ്സായി. SLC പാസ്സായതിനു ശേഷം എനിക്ക് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാനോ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നതിന് ശേഷം ഞാൻ സിവിലിലേക്ക് പോയി. അങ്ങനെ വീടിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം ചെയ്തു. ജ്യേഷ്ഠൻ വിവാഹം ചെയ്തപ്പോൾ ഓയിൽ നിന്നാണ് എൻ്റെ ജ്യേഷ്ഠത്തെ വിവാഹം ചെയ്തത്. അവർക്ക് 5 സെന്റ് വസ്തു ഉണ്ടായിരുന്നു, അതിനകത്തൊരു കുടില് കെട്ടി. അങ്ങനെ അവിടെ ആണ് ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത്. അപ്പനും അമ്മയും ഞങ്ങളും എല്ലാം അവിടെ താമസിച്ചു. അതിനുശേഷം 1993 ഞാൻ വിവാഹം ചെയ്തത്. സാറാമ്മയാണ്. ഞാൻ എൻ്റെ വീടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ്. അങ്ങനെ 2003 ഞങ്ങൾ വിവാഹം ചെയ്തത്. തേവലക്കര CSI ചർച്ച് വെച്ചാണ് ഞങ്ങൾ വിവാഹം ചെയ്തത്. ഞങ്ങൾക്ക് 2 മക്കളാണ്, ലിനു, ലിൻഡ എന്ന മക്കളാണ്. അതിനുശേഷം ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാരനായതിന്റെ പേരിൽ അപ്പന്റെ ആ ഒരു വാസന ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. എന്നാൽ സമാധാനം നാട്ടിലൊക്കെ നമുക്ക് വലിയ അംഗീകാരവും നിലയൊക്കെ ഉണ്ട്. എന്നാൽ ഭവനത്തിന്റെ പരിസന്ധിയാണ്. കാര്യം സ്വന്തമായിട്ടൊരു ഭവനമില്ല, കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്. അവരുടെ പഠനം, അവരെ വസ്ത്രങ്ങൾ, അവരുടെ ഡ്രസ്സുകൾ, അവരുടെ ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോ എനിക്ക് വല്ലാത്ത പ്രയാസമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറഞ്ഞു, ഗൾഫിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഒരു നിവൃത്തിയില്ലായിരുന്ന സാഹചര്യത്തില് ബന്ധുക്കടയിൽ നിന്ന് എല്ലാം കൂടെ ഒരു 80,000 രൂപ മേടിച്ചു വിസയ്ക്ക് കൊടുത്തു. വിസയ്ക്കും പാസ്പോർട്ടും കൊടുത്തു. എന്നാൽ വിസ കിട്ടാതെയും പൈസ നഷ്ടപ്പെടുകയും അതുപോലെ പാസ്പോർട്ടും നഷ്ടപ്പെടുവാൻ ഇടയായി. അപ്പം വീട്ടില്
നമ്മൾ കാശ് മേടിച്ച് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നാൽ ആ സമയം കഴിഞ്ഞപ്പോൾ കടക്കാർ വീടുകളിൽ വരാൻ തുടങ്ങി. വീട്ടിലെ അമ്മയോ അപ്പനോ സഹോദരങ്ങളാരും എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ കൂടെ കുഞ്ഞുങ്ങളോട് മിണ്ടുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളിലേക്ക് ഞാൻ കടന്നു വന്നായിരുന്നു. ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒന്നും കഴിയത്തില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചത് 2002 എൻ്റെ ഗൾഫിന് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ആ പോകാനുള്ള തീരുമാനം പരാജയപ്പെട്ടു. കടക്കാര് എല്ലാം കടന്നു വരുന്നുണ്ട്, അവർക്ക് പൈസ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. അങ്ങനെ പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഇനി ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ആത്മഹത്യ എന്ന് വെച്ചു. അപ്പൊ ഞാനിങ്ങനെ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യണം. ഈ 3-4 ദിവസം കഴിയുമ്പോൾ ഓണം വരികയാണ്. 3-4 ദിവസം കഴിയുമ്പോൾ ഓണം വരും. ഓണത്തിന് വൈഫിന്റെ വീട്ടിൽ പോവുക, ഞാനും വൈഫും കുഞ്ഞുങ്ങളും കൂടെ അവരുടെ വീട്ടിൽ പോയിട്ട് 1-2 ദിവസം അവിടെ താമസിച്ച് മടങ്ങി വന്നതിന് ശേഷം നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ലോകം വിട്ടു പോകാം എന്ന് ഉറപ്പിച്ചു. ഈ ഉറപ്പിച്ച എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. അങ്ങനെ ഞങ്ങള് വൈഫിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് ഭക്ഷണവും ഒക്കെ കഴിച്ചു. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഓണം വരുമ്പോൾ ഊഞ്ഞാലിടാറുണ്ട്. അങ്ങനെ ഞാന് വീട്ടിൽ ചെന്നിട്ട് അന്ന് രാത്രി ഞാൻ മുറ്റത്ത് ഏകദേശം 10:30-11 മണിയാവും. ഞാൻ ഊഞ്ഞാലിൽ എന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ മദ്യപാനിയോ അല്ലെങ്കിൽ അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ആളൊന്നുമല്ല. എന്നാല് എനിക്ക് ടെൻഷൻ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റ് പഠിച്ചിങ്ങനെ പുകച്ച് ഇരിക്കുമ്പോൾ എന്റെ ചിന്ത വന്നു, നീ 1-2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബം ഈ ദേശം വിട്ടു പോകും. നീ ജീവിതത്തില് അപ്പനെയോ അമ്മയോ ദേശക്കാരെയോ ആരും കാണില്ല. ഞങ്ങള് 2-3 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ 4 പേരും ഒരു കുഴിയിൽ അടക്കം പെടും എന്ന് പൂർണ്ണമായി തീരുമാനിപ്പോൾ ഇടയായി. അങ്ങനെ തീരുമാനിക്കുമ്പോൾ എൻ്റെ വൈഫ് പെരയിൽ ചെന്നിട്ട് പായൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, വാച്ച കിടന്നുറങ്ങുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് നാളെ ഞാൻ ഈ ലോകത്തില്ല, ഞാനില്ല, എൻ്റെ വൈഫില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുമില്ല, 4 പേരുമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ജീവിച്ചോളൂല്ലോ എന്ന് വെച്ചും വേണം. വീണ്ടും ഒരു ചിന്ത വന്നു, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പന്തടിക്കും, അല്ലെങ്കിൽ അവരെ മാനസികമായി വേദനിപ്പിക്കും. അതുകൊണ്ട് വേണം ചെയ്യാം, ഒരുമിച്ച് മരിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ, അപ്പൊ അതിനു മുമ്പ് എന്ന് വെച്ചാൽ എൻ്റെ ഇളയ പെങ്ങളാണ് ആദ്യമായിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നുപോയത്. ബന്ധുക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നുപോയത് എൻ്റെ ഇളയ പെങ്ങളാണ്, ഏരിയമ്മയാണ്. അവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞ് 6 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ അവൾക്ക് ഉണ്ട്. ഭർത്താവ് മരിച്ചു. അവരുടെ ദുഃഖത്തിൽ അവളൊരു ബന്ധുക്കോസ് പ്രാർത്ഥനയിൽ ഏകദേശം ഒരു 10-12 പേര് കൂടുന്ന ഒരു പ്രാർത്ഥനയിൽ അവൾ പങ്കെടുക്കുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പള്ളിയിലും ബന്ധുക്കളെല്ലാം പള്ളിയിലേക്ക് ആയതുകൊണ്ട് ഈ ബന്ധുക്കോസിൽ പോകുന്നത് നമുക്ക് യോജിപ്പില്ലായിരുന്നു. അങ്ങനെ അവളെ നിരന്തരമായി ഞാൻ ഉപദ്രവിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവളെ ഓരോ അടി അടിക്കുമ്പോഴും അവള് സ്തോത്രം പറയും. എനിക്ക് സ്തോത്രം എന്ന് പറയുന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഞാന് അവളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവൾ ചെല്ലുന്ന ചർച്ചില് ദേവദാസനോട് സംസാരിക്കുകയും ദേവദാസൻ എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ 2003 ഞാന് ഈ ഓണത്തിന്റെ ആ ദിവസം ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഏകദേശം 11 മണി കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ പിന്നിൽ നിന്ന് പറയുന്നു, നിന്റെ കയ്യിരിക്കുന്ന സിഗരറ്റ് കള, എഴുന്നേൽക്കുക, നിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ഇരുന്നപ്പോഴാണ് വീണ്ടും ഈ ശബ്ദം തന്നെ കേൾക്കും. ഞാൻ എൻ്റെ ബാക്കോട്ടും സൈഡൊക്കെ നോക്കി, ആരും കാണുന്നില്ല. നല്ല വെളിച്ചമാണ്, ദൂരത്ത് കൂടെ പോകുന്ന ആളുകളെ വ്യക്തമായി കാണാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് വെച്ചു. ഞാൻ എഴുന്നേറ്റു. അപ്പം വൈഫ് പറഞ്ഞു, അച്ഛൻ ഉറങ്ങുന്നില്ലയോ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ഞാൻ ഏകദേശം ഒരു 12-1 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ കടന്നു വരുവാൻ ഇടയായി. വന്നപ്പോൾ ആണ് എൻ്റെ വീട്ടില് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരി എല്ലാം കൂടെ വീട്ടിനകത്ത് ഒരു കമ്മിറ്റി പോലെ കൂടിക്കൊണ്ടിരിക്കും. കാര്യം ഞാൻ കുറെ നാളുകൊണ്ട് ആരോടും മിണ്ടുന്നില്ല. എന്തോ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് എന്തോ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പനും ചേട്ടനും എല്ലാവരും കൂടി അമ്മയെടുത്ത് പറഞ്ഞ്, നീ പിന്നെ അവൻ വരുമ്പം അമ്മ ചെന്നിട്ട് അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഏകദേശം 1 മണിയാകുമ്പം എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ പയ്യെ കഥ തുറന്നു നോക്കിയപ്പോൾ അമ്മയും അപ്പനും എല്ലാവരും എഴുന്നേറ്റു. എൻ്റെ അടുത്ത് അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വന്നു. അതുവരെ എൻ്റെ ഉമ്മ വന്നിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഉമ്മ വന്നിട്ട് പറഞ്ഞ്, മോനെ നീ രാത്രി വന്നത്? ബാക്കിയെല്ലാവരും ഞാൻ പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ട്.
അപ്പൊ എൻ്റെ അടുത്ത് അമ്മ ജീവിതത്തിൽ ഒരേ ഒരു കാര്യം വെച്ച് പറഞ്ഞു. അഞ്ചല് ജോൺ ദാരു എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അഞ്ചല് 2003 കാര്യമാണ്. അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. മോൻ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പോയാൽ നിന്റെ ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരും, പോകാമെന്ന് വെച്ചു. അപ്പൊ ഞാൻ സാധാരണ ഈ ബന്ധുക്കോസുകാരെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ വീടിന്റെ അടുത്ത് ഈ ബന്ധുക്കോസുകാരെ പ്രാർത്ഥന എടുക്കുമ്പം ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആകുമ്പം എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. ഒത്തിരി പ്രയാസങ്ങളുണ്ട്. കാര്യം എന്റെ ഇളയ മക്കളെ ബന്ധുക്കോസിൽ പോകുന്ന ഇങ്ങനെ പാട്ട് പാടുന്നു, പാരാത്രി കുഞ്ഞിനെയും കൊണ്ട് മര്യാദ കയറി വരുന്നു. ഇതൊക്കെ ഒരു അരിഷ്ടം ഞാൻ അവിടെ ഉപദ്രവിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്നാല് ഞാന് അമ്മയോട് പറഞ്ഞു, അമ്മ എന്താ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞ് മോനെ ഒരു കാര്യം ചെയ്യ്, നീ അഞ്ചലിന്ന് പോയി ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുക, ദൈവം നിനക്ക് വേണ്ടി പുതിയ മാറ്റങ്ങൾ വരുത്തും എന്ന് ഞാൻ അമ്മ പറഞ്ഞത് ശിരസാൽ വഹിച്ചുകൊണ്ട് ഞാൻ ചെന്ന് എന്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് മുണ്ടോ ഷർട്ടോ ഒന്നും നല്ലതില്ല, എല്ലാം അഴുക്കായി കിടക്കുന്നു. തൊട്ടടുത്ത പഞ്ചായത്ത് കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് രാത്രി 1 മണിക്ക് ആ തുണി കഴുകി ഏകദേശം 4 മണിയായപ്പോ എന്റെ ജ്യേഷ്ഠൻ എന്നെയും കൊണ്ട് അഞ്ചല് ജോൺ ദാരു എന്ന് പറയുന്ന അപ്പുറത്തെ കത്രാസന്റെ ചർച്ചിൽ പോയി. അങ്ങനെ ഉപവാസം ഞാൻ ഇരുന്ന് ഏകദേശം 3 ദിവസം ഉപവാസം കഴിഞ്ഞപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു സ്നാനപ്പെടാൻ പറഞ്ഞു. ഞാന് സ്നാനപ്പെട്ടപ്പോ ഞാന് വെള്ളത്തിനടിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയൊരു ഹോളും ഒരു വലിയ പന്ത് പോലെ എന്റെ ശരീരം അപ്രത്യക്ഷമാവുന്ന ഒരു അനുഭവം എനിക്ക് അവിടുന്ന് ഉണ്ടായി. ഞാൻ തിരിച്ചു വന്നു. അവിടുന്ന് ചർച്ചിൽ വന്ന് തിരുമേശ പങ്കെടുത്തതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നപ്പം എന്റെ വൈഫും കുഞ്ഞുങ്ങളൊക്കെ അവരെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കാണാം നാട്ടുകാർക്കെല്ലാം അറിയാം എന്റെ വീട്ടിൽ വന്ന് എന്തൊരു ശാശ്വതം പറഞ്ഞ വഴുക്കം മടിയും ഉണ്ടാവും എന്നൊക്കെ നാട്ടുകാരെല്ലാം ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്നാല് ഞാനിങ്ങനെ സ്നാനപ്പെട്ട് തിരിച്ചു വന്നപ്പോ എന്റെ വൈഫ് എന്നോട് ചോദിച്ചു, നിങ്ങൾ ബന്ധുക്കോസിൽ ചേർന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേർന്നു. ആരോട് ചോദിച്ചെന്ന് വെച്ച് ഞാൻ ഒന്നും മിണ്ടില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാന് എന്റെ വൈഫ് പറയുന്നതിന് മറുപടി ഞാൻ എന്ത് പറയും, നീ എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വൈഫ് ചോദിച്ചു, കൂടെ താമസിക്കുന്ന ഭാര്യ അറിയണ്ടായിരുന്നു സ്നാനപ്പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ദൈവം എനിക്കൊരു ആലോചന തന്നു, നീ ഞാനും കൂടെ ഒരുമിച്ച് കിടന്ന് ഉറങ്ങി. നേരം വെളുത്തപ്പോ നീ എനിക്ക് ചായ കൊണ്ടുവന്ന് അച്ഛ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പറഞ്ഞു. എന്റെ ജീവൻ പോയി. എനിക്ക് പറയാൻ പറ്റുമോ? നിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ഞാൻ പോയെന്ന് പറയുമ്പോ എന്റെ വൈഫ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നാട്ടുകാരെല്ലാം വന്നു, കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന്. അപ്പൊ അന്നേരം എന്റെ ചിന്ത വന്നു, ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി, പഴയതൊക്കെ അവന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം മാറിപ്പോകും. ആ ഒരു ചിന്ത, ആ ഒരു വചനം എന്റെ ഹൃദയത്തിൽ തമ്പുരാൻ തരികയും ഞാൻ ഈ വിഷയം പറയുകയും ചെയ്തപ്പോൾ വൈഫ് ശാന്തതയോടെ പോയി. എന്നാല് എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാനും എന്റെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കൂടെ ബന്ധുക്കോസിൽ വരത്തില്ല, ഞങ്ങൾ ചർച്ചിൽ തന്നെ പോകും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ സ്വർണ്ണോ ഒന്നും ഉയർത്തില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾ ബന്ധുക്കോസിലോ നിങ്ങൾ ചർച്ചിലോ എവിടെ പോയിക്കോ, പക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ച് ഞാൻ വരില്ല. ഞാൻ വെച്ചത് ബന്ധുക്കോസ് വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നുപോയി. ഇനി ജീവിതത്തിൽ ഞാൻ പിന്തിരിഞ്ഞു വരില്ല എന്ന് പറഞ്ഞു പോയി. പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ ചർച്ചിൽ പോകുന്ന സമയത്ത് നമുക്ക് അന്ന് ഇരിക്കുന്ന ചർച്ചിൽ IPC ചർച്ചാണ്. അന്ന് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു ദേവദാസനായിരുന്നു അന്ന് ഇവിടുത്തെ പാസ്റ്റായിട്ടിരുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറയാം, ബൗസ എന്ന് പറഞ്ഞ KG ബാബു, അദ്ദേഹത്തിനോട് പാസ്റ്റേ ഞാൻ നിങ്ങളെ ചർച്ചിൽ വരാൻ ആഗ്രഹിക്കുന്നു, പാസ്റ്റർ എന്തോ പറയുന്നത്, അഭിപ്രായം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുഴപ്പമില്ല അലക്സ് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2003 ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഈ IPC ചർച്ചിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അതിനുശേഷം എന്റെ വരാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോ ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് അതുവരെ ഞാൻ ബൈബിൾ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ കുളിച്ച് എല്ലാം റെഡിയായി ബൈബിൾ എടുത്ത് കൈവച്ചുകൊണ്ട് പുറത്തോട്ട് ഇരുന്നപ്പോ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവർ എന്നെക്കാൾ മുമ്പേ ഡ്രസ്സൊക്കെ മാറി റെഡിയാക്കി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോയാൽ അടിയും പ്രശ്നമൊക്കെ ആവുമല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ പോകാന്ന് പറഞ്ഞ് ഒരുങ്ങിന്നപ്പോ എന്റെ വൈഫ്, ഞാൻ മുറ്റത്തോട് ഇറങ്ങിയപ്പോ എന്റെ വൈഫ് എന്റെ പുറകെ വന്നിട്ട് എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. അച്ഛൻ മാത്രമല്ല ഞങ്ങളും കൂടെ ഉണ്ട്. സ്തോത്രം. അങ്ങനെ ഞങ്ങള് ബന്ധുക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഇടയായി. അതിനുശേഷം 2003, 2004 ഞാൻ ദുബായിലേക്ക് എനിക്കൊരു വിസ കിട്ടി, ഞാൻ കടന്നുപോയി. അവിടെ പോയതിനു ശേഷം എന്റെ ജീവിതത്തിന്റെ ഒത്തിരി ദൈവം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി മരുഭൂമി എന്താണെന്നും മരുഭൂമിയുടെ കഷ്ടത എന്താണെന്നും അവിടെ അനുഭവിക്കുന്ന വേദന എത്രമാത്രം ഉണ്ടെന്നും ആഴമേറിയ കാര്യങ്ങളെ കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ ഇടയായി. അങ്ങനെ ഞാൻ ദുബായിൽ വെച്ച് എനിക്ക് 2 ആക്സിഡന്റ് ഉണ്ടായി. ഒരു വെള്ളിയാഴ്ചയാണ് അവിടുത്തെ അവധി. ദുബായ് ഗൾഫ് കൺട്രിയിലെല്ലാം വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് ഞാൻ മറ്റു ജോലിക്കൊന്നും പോകാതെ വെള്ളിയാഴ്ച ഞാൻ ചർച്ചിൽ ദുബായിൽ നിന്നും പിന്നെ ഷാർജയ്ക്ക് വരണം. അങ്ങനെ വരുന്ന വഴിക്ക് രാവിലെ സുരേഷ് ബാബു ദേവദാസന്റെ അന്നത്തെ മെസ്സേജ്, അതിനുവേണ്ടി അത് കേൾക്കാൻ വേണ്ടി ഞാൻ വേറെ സഹോദരനും സഹോദരിയും ഞങ്ങളുടെ 4 പേരും താരണത്തിൽ വരുന്ന സമയത്ത്
ബാർദുബയുടെ അടുത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. അവിടെ വെച്ച് ഞാൻ വിചാരിച്ചു ഈ മരുഭൂമിയിൽ വെച്ച് തന്നെ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് തീരുമാനിച്ചു. കർത്താവെ, എനിക്ക് കടബാധ്യതയുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുണ്ട്, എനിക്കൊന്നും അറിയില്ല, അങ്ങോട്ട് ഞാൻ കണ്ണടയ്ക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണടച്ചു. അങ്ങനെ വണ്ടി മറിഞ്ഞ് ചെന്ന് ഒരു സൈഡ് വാളിച്ച് കൊന്ന് ഇടിച്ച് നിർത്തി. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസൊക്കെ എത്തി, വണ്ടി ഡോറെല്ലാം ഇളക്കി. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് പുറത്താക്കിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, പോലീസ് പറയുന്നത് പോലെ നീ ഹോസ്പിറ്റലിൽ പോകണ്ട, നേരെ ചർച്ചിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ വന്ന പോലീസുകാരോട് എനിക്ക് ചർച്ചിൽ പോയാൽ മതി സാർ, എനിക്ക് കുഴപ്പമില്ല, കാര്യം എന്റെ പെടലിൽ തിരിഞ്ഞിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് ചർച്ചിൽ പോയാൽ മതി എന്ന് പറയാം. അങ്ങനെ പോലീസുകാർ തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നിട്ട് ഞാൻ ചർച്ചിൽ പോയി. അതിനുശേഷം എനിക്ക് അവിടെ വെച്ച് എനിക്ക് ഒത്തിരി സാമ്പത്തികമായ ഒത്തിരി പ്രതിസന്ധികളൊക്കെ കടന്നു വന്നായിരുന്നു. ഞാൻ ചെന്ന കമ്പനി സ്വന്തമായ ഒരു കമ്പനി അല്ലായിരുന്നു, സ്വന്തമായ റൂമില്ല, സ്വന്തമായിട്ട് ജോലിയില്ല, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു കമ്പനിയാണ്. ഏകദേശം കടബാധ്യതകളായിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. എന്തെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞാൽ ചെന്നത്, പക്ഷെ അവിടെയും വലിയ പരാജയത്തിലേക്കാണ് ഞാൻ കടന്നുപോയത്. അങ്ങനെ ഞാൻ കമ്പനിക്ക് പുറത്തു പോയി ജോലി ചെയ്ത് നാട്ടിലുള്ള കടബാധ്യതകളെല്ലാം ഏകദേശം തീർത്തതിന് ശേഷം ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ ഔട്ട് പാസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് ഗൾഫിൽ 5 വർഷം കൂടി ഇരിക്കുമ്പോൾ. ഔട്ട് പാസ് ചെല്ലുമ്പം ഈ അവിടുത്തെ വിസ ഇല്ലാതെ നിൽക്കുന്നവർക്കെല്ലാം നാട്ടിൽ പോകാനുള്ള ഒരു അവസരം ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അതിന് 1 മാസത്തിന് മുമ്പേ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ, കാര്യം അവര് എന്നെ പിടിച്ച് ജയിലിൽ ആക്കുമ്പോൾ എനിക്ക് 1-2 മാസം ശിക്ഷ വെച്ചോട്ട് എനിക്ക് നാട്ടിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോലീസ് എന്നോട് പറഞ്ഞ്, നീ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് വാ, അതിനുശേഷം നിന്നെ വിടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഔട്ട് പാസ് വന്ന ശേഷം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ദുബായ് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ 4-5 വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തു, എന്റെ കടബാധകളെല്ലാം തീർന്നു, പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു സെന്റ് ഭൂമി പോലും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ ഞാൻ നാട്ടിൽ പോയി ചില മാസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് വിദേശത്ത് എവിടെങ്കിലും പോയി എന്റെ കുഞ്ഞ് കയറി കിടക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കണം. അതിന് ദൈവമേ നീ അവസരം ഒരുക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ ദുബായ് എയർപോർട്ടിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നാട്ടിൽ വന്നു ഏകദേശം 6 മാസം കഴിയുമ്പോൾ, 6 മാസത്തിന് മുമ്പ് എന്റെ ഒരു അറിയപ്പെടുന്ന ഒരു ദേവദാസൻ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് വല്ലതും കിട്ടുമെന്നും പറഞ്ഞാൽ വന്നത്. പക്ഷെ ഒരു നേരത്തെ ഒരു ചായ കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞാൻ ഭാരപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ എന്റെ ജ്യേഷ്ഠൻ ജോലിക്ക് പോകുമ്പോൾ 10 രൂപ എന്റെ പോക്കറ്റിൽ എന്നും രാവിലെ വെച്ചിട്ട് പോകും. അതാണ് എനിക്കുള്ളത്. അങ്ങനെ ആ ദേവദാസൻ വന്നിട്ട് അച്ഛൻ ഞാൻ ഒരു ദൂത് പറയട്ടെ എന്ന് വെച്ചു. ഞാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അപ്പം എനിക്ക് സ്വന്തമായി ഞാൻ വാടകയിലും പോയി. എന്റെ ഇളയ പെങ്ങളുടെ കൂടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ ഇളയ പെങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാല് ആ ദേവദാസൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു വിദേശ യാത്രയുണ്ട് എന്ന് പറയാനിടയായി. ആ വിഷയം വെച്ച് ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ 2007 ഞാൻ ഖത്തറിലേക്ക് എത്തിച്ചേരുവാനിടയായി. ഖത്തറിൽ വന്നതിന് ശേഷം ഞാൻ ഖത്തറെ എയർപോർട്ടിൽ വന്നിറങ്ങി. അതിനുശേഷം ഞാൻ അന്വേഷിച്ചു. ഞാൻ ചെല്ലുന്ന കമ്പനി, എനിക്ക് അന്ന് ദേവദാസൻ പറഞ്ഞു, ദേവദാസൻ വിദേശ രാജ്യത്തേക്ക് പോകാൻ ദൈവം ആലോചനയുണ്ടെന്ന് പറഞ്ഞു. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ വിസയും ടിക്കറ്റും ആര് തന്നു ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു വിസയും ടിക്കറ്റും തന്നു. ഞാൻ ഖത്തറിൽ ചെന്നിറങ്ങി. എനിക്ക് എയർപോർട്ടിൽ ചെല്ലുമ്പം ഇത് എവിടെ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. കുറെ ആളുകൾ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കമ്പനിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു ബോർഡും വെച്ചുകൊണ്ട് എന്റെ പേരും കൂടെ എഴുതി ഒരു ബോർഡ് വരുന്നുണ്ട്. ആ ബോർഡ് പ്രകാരം ഞങ്ങൾ പോയി. അവിടെ ഒരു ജർമ്മൻ കമ്പനിയിൽ ആണ് ജോലി, ട്രാഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഖത്തറില് ജോലി ആയത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന ഉടനെ ഞാൻ അന്വേഷിച്ചു, വേദനിക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കുന്ന സ്ഥലം എവിടാന്ന് ഞാൻ അന്വേഷിച്ചു. ഫസ്റ്റ് അന്വേഷിക്കുന്ന ഒന്നായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പം ഒരു മുസ്ലിം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ക്യാമ്പിൽ ഒരാള് ദോഹയിൽ പോകുന്നുണ്ട്. അൽക്കൂറിലാണ് ഞങ്ങൾ ചെന്നത്. അൽക്കൂർ ദോഹയായിട്ട് ഏകദേശം 80-90 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം എല്ലാ വെള്ളിയാഴ്ചയും അൽക്കൂറിൽ നിന്ന് വണ്ടി ദോഹയ്ക്ക് പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഏത് സഭയാന്ന് വെച്ചാൽ അപ്പം പറഞ്ഞു TPM ആന്ന് പറഞ്ഞു. ശരി, ഓക്കെ, നമുക്ക് TPM ആയാലും ITC ആരായാലും നമുക്ക് അദ്ദേഹം കർത്താവിനെ ആരാധിക്കണം, കർത്താവിന്റെ തിരുമേശ പങ്കെടുക്കണം. ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ അവരെ കൂടെ ഏകദേശം 3 മാസക്കാലം ഖത്തറിലെ IPC TPMലെ ചർച്ചിൽ ഞാൻ ആരാധനയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാല് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിയപ്പെട്ട ഖത്രാസന്മാരോട് ഒരു മലയാളി പാസ്റ്ററുണ്ട്, ഒരു തമിഴ് പാസ്റ്ററുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടത് പല പ്രാവശ്യം സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പം
രാജൻ പാസ് എന്ന് പറയുന്ന ഒരു മലയാളി പാസ് എന്നോട് പറഞ്ഞു, അലക്സ് വിഷമിക്കണ്ട, കത്രുമേശ അടുത്ത ഞായറാഴ്ച ഉണ്ടല്ലോ, കത്രുമേശ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നല്ല നിലയിൽ ഒരുക്കപ്പെട്ടു. പ്രാർത്ഥനയോടെയും പിന്നെ ഉപവാസത്തോടും കൂടി ഞാൻ അതിൽ പങ്കെടുക്കാൻ ചെന്നു. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഈ തിരുമേശ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ തിരുമേശ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന സാഹചര്യത്തില് ഈ ഗുരുനാഥൻ ഒന്ന് ചുറ്റി കറങ്ങി ആരൊക്കെയാണ് ഇരിക്കുന്നത് നോക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് എന്നെ എഴുന്നേൽപ്പിച്ചു തന്റെ പേരെന്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ അലക്സ് ചാക്കോയാണ്, കേരളത്തിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ സ്നാനപ്പെട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടാന്ന് ചോദിച്ചു. എവിടെ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അൻഷൽ എന്നാണ്. ആരെ സ്നാനപ്പെടുത്തിയ? ഞാൻ ദേവാസിന്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തിന് അഭിഷേകം ഉള്ളവനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അഭിഷേകം ഉണ്ടോ എനിക്ക് അറിയത്തില്ല, ഞാൻ കർത്താവിനെ നമുക്ക് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് സ്നാനപ്പെട്ടപ്പോ ആരാണ് സാക്ഷി നിന്നെന്ന് ചോദിച്ചു. TPM-ലെ മെയിൻ പാസ്റ്ററിനെ ചോദിച്ചു, സ്നാനപ്പെട്ട ആരാണ് സാക്ഷി നിന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിതാവ് പുത്ര പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ദേഷ്യം കയറി. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഈ TPM-ൽ മുങ്ങിയവർക്ക് മാത്രമേ ഇവിടെ തിരുമേശ പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ, ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ചർച്ചയിൽ നിന്ന് പുറത്തു പോയിക്കോളാൻ പറഞ്ഞു. ഞാന് എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണിക്കൂടെ കണ്ണീര് ഒഴുകിക്കൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഞാന് ആ ഹാളിൽ നിന്ന് ഞാൻ പുറത്തു പോയി ഒരു സൈഡ് മാറി നിന്നിട്ട് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവമേ, ഒരുവൻ വിശ്വാസത്തിൽ വരുമ്പോൾ ഇങ്ങനാണല്ലോ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് ചിന്തിച്ച് ഞാൻ അവിടെ നിന്ന് കരയുമ്പോൾ, അവിടുന്ന് ഈ ദൂരെ നിന്ന് വരുന്നവർക്കായാലും TPM-ന്റെ ഒരു പ്രത്യേകതയാണ്, ദൂരെ നിന്ന് വരുന്നവർക്കായാലും വെള്ളിയാഴ്ച ആരാധിക്കുന്ന എല്ലാവർക്കും ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നത്. അങ്ങനെ ഞാൻ പുറത്തിരിക്കുമ്പോൾ TPM-ലെ ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് അലക്സേ വാ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ കർത്താവിനെ ആരാധിക്കാൻ വന്നു, തിരുമേശ പങ്കെടുക്കാൻ വന്നു, പക്ഷെ എനിക്ക് അത് അനുവദിച്ചില്ല, എനിക്ക് ആ ഭക്ഷണം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു നിന്ന്. എന്നാല് ആ കടന്നു വന്ന ദേവദാസന്മാര് കുറെ പേര് എന്നോട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച ആരാധന കൂടുമ്പോൾ അലക്സ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗുരുനാഥൻ ഇങ്ങനെ കാണിച്ചത് തെറ്റായി, ഈ വിവരം സാക്ഷ്യം പറയണത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദേവദാസന്മാരെ, ഞാൻ ഈ TPM വരുന്ന കാലം വരെ ഒരിക്കലും ഞാൻ ദേവദാസിനെതിരെ ഒരു വാക്കുപോലും ഞാൻ പറയില്ല, എന്നെ കയറ്റിയാലും കയറ്റിയാലും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1.5 മാസം പോയതിനു ശേഷം ഞാൻ പുറത്ത് വന്നതിന് ശേഷം പല ആൾക്കാരോടും ഞാൻ ഇതിനെ ഫോൺ മുഖേനയൊക്കെ ബന്ധപ്പെട്ടു. എവിടെങ്കിലും വേദനിക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്തുള്ള സെൽവരാജ് എന്ന് പറയുന്ന ഒരു സഹോദരൻ എനിക്കൊരു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ദോഹയില് ബേതലേജിയിലേക്ക് ഒരു വണ്ടി അർക്കൂറിൽ നിന്ന് പോകുന്നുണ്ട്, അതിലേക്ക് പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഞാൻ ബേതലേജിക്കാരുടെ വണ്ടിക്കകത്ത് ആരാധനയിൽ കടന്നുപോയി. അവിടെ മുതൽ 2010 മുതൽ ബേതലേജിയിൽ നിന്ന് മിഷൻ പ്രവർത്തനത്തിലേക്ക് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. കാര്യം 3-4 ദിവസത്തെ അവധി അവിടെ ഉണ്ട്. ഈ ബക്രീദൊക്കെ വരുമ്പോൾ അങ്ങനെ 3-4 ദിവസത്തെ അവധി ഉള്ളപ്പം ഞാനും എന്നോട് ചോദിക്കും, ആരെങ്കിലും പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പോകാം എന്ന് പറഞ്ഞു. എന്നാലേ ഞാനും തീരുമാനിച്ചു പോകാന്ന് വെച്ചാൽ. അങ്ങനെ പാസ്പോർട്ട് കമ്പനി തരത്തില്ല, പിന്നെ പോകുന്ന എങ്ങനെ സാമ്പത്തിക പ്രശ്നമാണ്, എങ്ങനെ ഒക്കും. എങ്കിലും ഞാൻ അന്ന് അപ്പോഴുണ്ടായിരുന്ന പ്രിയപ്പെട്ട ദാസൻ PM ജോർജ് ബസ് എന്ന് പറഞ്ഞ ദേവാസിനെ എടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ നിവൃത്തിയൊന്നുമില്ല, എനിക്ക് ആഗ്രഹമുണ്ട് ദേവാസിനുണ്ട്. അപ്പം പറഞ്ഞ കുഴപ്പമില്ല, ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബീഹാർ, ഒറീസ, കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ വേലയുടെ ഭാഗമായിട്ട് ഞാൻ കടന്നുപോവുകയും അതിനുശേഷം ഞാൻ എന്നും ഏകദേശം 3 മണി നേരത്തെ എഴുന്നേറ്റ്, വെളുപ്പിലെ 3 മണി നേരത്തെ എഴുന്നേറ്റ് മുഴുകാൽ മടക്കും, നിലവിളിക്കും, പ്രാർത്ഥിക്കും. ദൈവം ഞാൻ എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഓരോ വിഷയങ്ങൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അത് പ്രാർത്ഥിക്കുമ്പോൾ ടൈം ടു ടൈമിന് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവർത്തികളെ കുറിച്ച് എനിക്ക് ആലോചന തരികയും അത് വിളിച്ചു പറയുകയും അത് അതേപോലെ നടക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തില് എനിക്ക് സ്വന്തമായിട്ട് വീട് കേരളത്തിലില്ല. എന്നാൽ എൻ്റെ വൈഫ് 3 സെന്റ് വസ്തുവിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് അപേക്ഷയുമായിട്ട് 17 വർഷം നടന്നു. കാര്യം ഞാൻ ഗൾഫിലാണ്, പക്ഷെ എനിക്ക് കിട്ടുന്ന നന്മകൾ എല്ലാം ഞാൻ എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അനേകയിടങ്ങളിൽ ഞാൻ ഈ എൻ്റെ കിട്ടുന്ന തുച്ഛമായ സമ്പത്ത് ഞാൻ അങ്ങനെ വിതരണം ചെയ്യും. സ്വന്തം കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കോ സ്വന്തമായി വീട് വെക്കുവാനോ സ്ഥലം വാങ്ങാനോ ഒന്നും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. എൻ്റെ വൈഫ് ഈ സാഹചര്യത്തില് 3 സെന്റിന് വേണ്ടി 17 വർഷം പഞ്ചായത്ത് ഗ്രാമസഭകളിൽ കടന്നിരുന്ന അപേക്ഷ അപ്പുറമെല്ലാം റിജക്റ്റ് ചെയ്ത്. എന്നാല് ഇന്ത്യയില് അതുപോലെ ഖത്തർ, ദുബായ് 3 ദേവദാസന്മാർ ഒരു ദൂത് എനിക്ക് തന്നവര്.
2010 ദൈവം നിനക്കൊരു നന്മ തരാൻ പോകുന്നു എന്ന് പറഞ്ഞ് 3 ദേവദാസന്മാർ 3 രാജ്യത്ത് വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ 2010 ഞാൻ 20 സെന്റ് വസ്തു പ്രമാണം എഴുതാൻ ഇടയായി. സ്തോത്രം. 2010 ജൂൺ 21 20 സെന്റ് വസ്തു പ്രമാണം എഴുതി. ചോദിച്ചത് 3, 17 വർഷം പ്രാർത്ഥിച്ചു. ചോദിച്ചത് 3-ലൂടെ 17 വർഷത്തിന്റെ പലിശ സഹിതം കർത്താവ് 20 സെന്റ് വസ്തു തന്നു. ഈ വസ്തു പ്രമാണം എഴുതി ഇരിക്കുന്ന സമയത്ത് ഞാൻ 3 മണി നേരത്തെ മുഴുകാൽ മണിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഒരു ദർശനം എനിക്ക് തന്നു. ആ ദർശനമാണ് അണ്ടമാൻ നിക്കോബാർ ഐലൻഡിനെ കുറിച്ച് ഒരു ദർശനം ദൈവം എനിക്ക് തന്നു. ഈ ഐലൻഡ് എവിടാണെന്നോ ആരെ കണ്ടാൽ എവിടെ ചെല്ലുമെന്നോ എവിടുന്ന് പോകണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് നീ തന്ന ഐലൻഡ് എനിക്ക് കടന്നു പോകണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ തന്ന 20 സെന്റ് സ്ഥലം എനിക്കുണ്ട്, ആ സ്ഥലത്ത് നിന്ന് ഒരു 5 സെന്റ് എനിക്ക് ആർക്കെങ്കിലും വിൽക്കണം, വിറ്റിട്ട് ആ കാശും കൂടെ മേടിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് നാട്ടിലായിരിക്കുമ്പോൾ എൻ്റെ വൈഫിന്റെ അടുത്ത് ഒരു പെൺകുട്ടി, അവരെ കൊട്ടാരിക്കര ഒരു കടയിലാണ് അവർ താമസിക്കുന്നത്. നാളുകളായി അവർ ഇറക്കി വിടുന്നു, പക്ഷെ അവർക്ക് കയറി പോകാൻ ഒരു സ്ഥലമില്ല. അവരെ ഒരു 3 സെന്റിന് വേണ്ടി എൻ്റെ വൈഫിനെ കണ്ടിട്ട് പറഞ്ഞു, ചേച്ചി ആന്റി ഞങ്ങൾക്കൊരു 3 സെന്റ് വസ്തു അച്ഛനോടൊന്ന് പറ, ഒരു ഹെൽപ്പ് ചെയ്യാൻ പറയും. 3 സെന്റ് ഞങ്ങൾ താമസിക്കുന്ന കടക്കാരെ ഇറക്കി വിടുക, ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യ് ആന്റി, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വൈഫ് പറഞ്ഞ് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 3 സെന്റ് വസ്തു വേണമെന്ന് പറഞ്ഞ് കരയുകയാണ്. അച്ഛൻ എന്താ ചെയ്യണമെന്ന് വെച്ച്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഒരു ദർശനം തന്നായിരുന്നു, ആൻഡമാൻ ദ്വീപിലേക്ക് ഈ ഒരു മിഷനറിയായിട്ട് പോകരുത്. ആ പോകണമെന്ന് തിരിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയത്തില്ല, അവിടെ ഹിന്ദി ആണോ ഏത് ഭാഷയാണോ എനിക്ക് അറിയത്തില്ല, പക്ഷെ കൂട്ടിന് ആളില്ലല്ലോ. അങ്ങനെ ചിലപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് 2 ദേവദാസന്മാരെ, അവരുടെ കുടുംബത്തിന്റെ ചെലവും ആ ദേവദാസന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ്, അവരുടെ ഫുഡ്, അവരുടെ അക്കോമഡേഷൻ ഇതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഈ 5 സെന്റ് വസ്തുവിന് ഞാൻ 3 സെന്റ് ചോദിച്ചെടുത്ത് 5 കൊടുക്കും. കാര്യം ഇവർ കാല് മാറി പോകാതിരിക്കാൻ. അവരെ ഞാൻ 10-50,000 രൂപ ഉണ്ടായി. ഞാൻ പറഞ്ഞു ഉള്ളത് എനിക്ക് തന്നാൽ മതി, ഞാൻ ആൻഡമാനിൽ പോയിട്ട് തിരിച്ചു വരാം, നിങ്ങൾക്ക് പ്രമാണം എഴുതി തരാം എന്ന് പറഞ്ഞ് 50,000 രൂപ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ആൻഡമാനിലേക്ക് കടന്നുപോയി. 2014 കടന്നുപോയി. ഞങ്ങള് പോർട്ട് ബ്ലെയർ, മായാബന്ദർ, അതുപോലെ തന്നെ ഡിഗ്ലിപൂർ, രംഗത്ത്, ബാരട്ടാങ് തുടങ്ങിയ ഐലൻഡുകളിൽ കടന്നുപോയി. അവിടെയൊക്കെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. പല മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന അനേകർക്ക് വേണ്ടി ചെന്ന് കൈവച്ച് കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ കാണാൻ ഇടയായി. അങ്ങനെ ഞങ്ങള് ബാരാട്ടാങ് എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡ് ചെലപ്പോൾ ഭയങ്കര ഉയർച്ചയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഈ 3 ദേവദാസന്മാരും അവിടുത്തെ ഒരു ദേവദാസനോടെ കൂട്ടി ഞങ്ങൾ ആ ഉയർച്ചയിൽ കയറുന്നു. കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ ഗ്രാമം 4-5 വീടേ ഉള്ളൂ. അവിടെ ചെന്ന് ആ വീടുകളെല്ലാം സന്ദർശിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര മഴയുടെ സാഹചര്യം. എന്ന് വെച്ചാൽ കണ്ണു കാണാമയത്തെ ഇരുട്ട്, കാര്യം മഴ പെയ്യാൻ പോകുന്നു, അതുപോലെ കാറ്റടിക്കുന്നു, മിന്നുന്നു, എല്ലാം ഉണ്ട്. അപ്പം കൂടെ വന്ന പാസ്റ്റർമാർ പറഞ്ഞു, നമുക്ക് എങ്ങനെ പോകാൻ വെക്കും, ദൂരമാണല്ലോ, ഇനി ഈ മലയുടെ ഉയരത്തിൽ താഴെ ഇറങ്ങി വന്നാല് മഴയാണ്, എങ്ങനെ കയറി പോകുന്നു വെച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, നിങ്ങളുടെ കൈയ്ക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ എടുത്ത് എല്ലാം പൊക്കാൻ പറഞ്ഞു. പൊക്കി ആകാശമണ്ഡലത്തെ പിടിക്കാൻ പറഞ്ഞു. പിടിച്ചു. ഞാൻ പ്രാർത്ഥിപ്പായി, കർത്താവെ ഞങ്ങൾ ഇവിടുന്ന് പോയി തന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുന്നവരെയും കർത്താവെ നീ മഴയെ നിയന്ത്രിക്കുന്ന ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദേവദാസനെ എല്ലാവർക്കും, എന്റെ കൂടുതൽ ദേവദാസന്മാർക്കും അവിടുത്തെ ദേവദാസന് അതിശയം എന്ന് പറയട്ടെ, ഞങ്ങളെ വീട്ടിൽ ചെല്ലുന്നവരെ മഴ പെയ്യുവാനിട വന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഞങ്ങള് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പോർട്ട് ബ്ലെയറിൽ വന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ആകാശ മണ്ഡലത്തിലേക്ക്. ഫ്ലൈറ്റ് ഏകദേശം 3500ഓളം അടി ഉയർച്ച വന്നപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്റെ പിന്നിൽ നിന്ന് സംസാരിച്ചു, എന്റെ വേലയ്ക്ക് ഇനി ആൻഡമാൻ ഐലൻഡിൽ വരണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നോക്കുന്നു, എല്ലാ സീറ്റിലിരിക്കുന്നവരെല്ലാം ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്, ആരും ബാക്കിൽ ആരും നോക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ആരും കാണുന്നില്ല. വീണ്ടും ഞാൻ ആരോടെ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ശ്രദ്ധയോടെ ഇരുന്ന് വീണ്ടും പറയുന്നു, എന്റെ വേലയ്ക്ക് വേണ്ടി നീ ആൻഡമാനിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആകാശമേഘത്തിൽ വെച്ച് ദേവശബ്ദം കേട്ടതിന് ശേഷം ഞാൻ നാട്ടിൽ കടന്നു വരികയും ഞാന് ഖത്തറിൽ കടന്നു പോന്നു. അപ്പൊ ഞാൻ ഈ മിഷൻ ഫീൽഡിലേക്ക് കടന്നു പോയി. ഏകദേശം 1-2 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞാന് ഖത്തറിലേക്ക് കടന്നുപോയി എൻ്റെ വെറും 100 രൂപ മാത്രമേ എനിക്കുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വെച്ചു കൊടുക്കാനുള്ള പൈസ പോലും എൻ്റെ ഇല്ല. പക്ഷെ എനിക്ക് പോകേണ്ട ദിവസമാണ്. അങ്ങനെ ഞാൻ 100 റിയാൽ എന്ന് വെച്ചാൽ ഖത്തറിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു ടാക്സി പിടിച്ച് എൻ്റെ ക്യാമ്പിൽ ചെല്ലാനുള്ള വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ 100 റിയാൽ. ഞാൻ അങ്ങനെ എനിക്ക് തന്ന ടിക്കറ്റ് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ടു ഡൽഹി ടു ബഹ്റിൻ ടു ഷാർജ, ഈ ഷാർജ ടു ഖത്തർ, ഈ നിലയിലാണ് എനിക്ക് തന്നത്. കാരണം ഒത്തിരി ചുറ്റാണ്.
ഞാൻ ബാംഗ്ലൂർ വഴി ഡൽഹി ചെന്നപ്പോൾ എന്റെ കൂടെ വന്ന കുറെ സഹോദരങ്ങളെല്ലാം ഏകദേശം മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ കുഞ്ഞുങ്ങളാണ്. ഇവര് എല്ലാം കൂടെ ഞങ്ങള് ഇങ്ങനെ യാത്രയ്ക്ക് ആയപ്പോ എല്ലാവരും കൂട്ടുകാരായി. അപ്പൊ എന്നോട് പറഞ്ഞു നമ്മള് ഡൽഹിയിൽ 4 മണിക്കുള്ളൂ നമുക്ക് ഫ്ലൈറ്റ്, അതുകൊണ്ട് ഞാൻ ഡൽഹി ഗേറ്റ് കാണാൻ പോകാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് ഗേറ്റ് കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ഇല്ല. കാര്യം എന്റെ ആപ്പാട് 100 റിയാലേ ഉണ്ട്. ഞാൻ തലേന്ന് രാത്രി ചോറ് കഴിച്ചാണ്, എന്റെ ഉണ്ണാനുള്ള പൈസ ഇല്ല. പിന്നെ എയർപോർട്ടിനകത്ത് നല്ല വെള്ളം കിട്ടും, അതും കുടിച്ചോണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ആർക്കും അറിയത്തില്ല. നല്ല ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്, നല്ല പാൻസും നല്ല ഷർട്ടും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ആർക്കും അറിയത്തില്ല എന്റെ സ്ഥിതി. ഉള്ളിൽ വിശപ്പ് ഉണ്ട്, പക്ഷെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കുന്ന സമയത്ത് അതിൽ 2 മുസ്ലിം സഹോദരങ്ങൾ എന്നോട് വന്നിട്ടുണ്ട്, നമുക്ക് ഗേറ്റ് കാണാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന്. അല്ലെ വന്നേ ഒക്കത്തോളൂ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, സഹോദരങ്ങൾ പോ, കാര്യം ആട്ടോ പിടിക്കണം, ഫുഡ് കഴിക്കാൻ പൈസ വേണം, ഇതൊന്നും എന്റെ ഇല്ല. അപ്പോൾ 100 രൂപ മാറിക്കഴിഞ്ഞാൽ ഞാൻ ഖത്തർ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്റെ ക്യാമ്പിൽ ചെല്ലാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ എന്നോട് വന്ന് നമുക്കൊരു കാര്യം ഉണ്ണാൻ പോകാന്ന് പറഞ്ഞു. ഉണ്ണാൻ പോകാന്ന് പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഏകദേശം 2 മണിയായി. ഞാൻ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക, ഞാൻ ഇവിടെ ഇരുന്നോളാം, കുഴപ്പമില്ലെന്ന്. അവസാനം അവർക്ക് ഒക്കത്തില്ല, ഞാൻ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ അതിൽ ഒരു സഹോദരനെ പിടിച്ച് ദൂരോട്ട് മാറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ സഹോദര ഞാന് ഒരു സുവിശേഷകനാണ്, ഞാൻ ഖത്തറിൽ ജോലി ഉണ്ടായിരുന്നു, ഞാൻ ആൻഡമാൻ ദ്വീപുകളിൽ കർത്താന്റെ വേലയുടെ ഭാഗമായിട്ട് കടന്നു പോയിട്ട് എനിക്ക് 1 രൂപ പോലും ചായ കുടിക്കാൻ പോലും ഇല്ല, ഒരു നേരത്തെ ഭക്ഷണത്തിനില്ല, അതുകൊണ്ട് വരാത്ത, അതുകൊണ്ട് ക്ഷമിക്കണം, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. ഈ വർത്തമാനം അവർക്ക് മാനസികമായിട്ട് മാറ്റങ്ങൾ വരുവാനിടയായി. അവരുടനെ അവരെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് എനിക്ക് ഡൽഹി മുതൽ ഖത്തർ വരെ ചെല്ലുന്നിടം വരെയുള്ള എല്ലാ ചെലവുകളും അവരെ എടുക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഏകദേശം 2 മാസം ഖത്തറില് ഞാൻ ഖത്തറില് ഗ്യാസ് പ്ലാന്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ 2 മാസം ജോലി ചെയ്തപ്പോൾ ഒരു രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എന്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കോളാൻ പറഞ്ഞു. എന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ രാത്രി 3 മണി നേരത്തെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഡി വെച്ചൊന്നോ അല്ലെങ്കിൽ വാടക വിടാമെന്നോ എന്റെ കുഞ്ഞുങ്ങളെ ഭാവിയാണെന്നോ നാളെ എങ്ങനെ നടക്കുമെന്നോ ഒന്നും ഞാൻ നോക്കിയില്ല. ദൈവശബ്ദം കേട്ടിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ അന്ന് ആരാധിക്കാൻ പോകുന്ന ബദലേജിയിലാണ്. ഞാൻ അങ്ങനെ ഇരിക്കുന്ന PN ജോർജ് വാസ് എന്ന് പറഞ്ഞ ഇവിടെ ഖത്തറാസനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, ദേവസനെ ഞാൻ റിസൈൻ ചെയ്യാണ്, ഞാൻ നാട്ടിലേക്ക് കടന്നു പോവാണ്. കാര്യം ഞാൻ ഖത്തറിൽ നിൽക്കുമ്പം ഒത്തിരി ക്യാമ്പുകളിൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. ചൊവ്വാഴ്ച പ്രാർത്ഥനകളും ബുധനാഴ്ച പ്രാർത്ഥനകളൊക്കെ ഞാൻ ആരംഭിച്ചു. അനേക പ്രിയപ്പെട്ടവരെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ സഭയ്ക്കകത്ത് എനിക്കൊരു നല്ലൊരു മതിപ്പ് എനിക്ക് ഉണ്ടാകുവാൻ ഇടയായി. അങ്ങനെ ദേവാസൻ എന്നോട് പറഞ്ഞ് ഇപ്പൊ പോകണ്ട, പോകുന്ന സമയത്ത് ഞങ്ങൾ അറിയിക്കാം എന്ന് പറയും. എന്നാല് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്റെ വിലയ്ക്ക് കൊണ്ട് ആൻഡമാനിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ കടന്നു വരികയും അങ്ങനെ വന്ന് ഫെയ്ത്ത് ബൈബിൾ കോളേജ് റാന്നിയിൽ പോയി ബൈബിൾ പഠനത്തിന് ശേഷം 2016 ഞാൻ ആൻഡമാൻസിലേക്ക് കടന്നുപോയി. ആൻഡമാൻസിൽ കടന്നു പോകുമ്പോൾ ഏത് ഐലൻഡിലാണ് ഞാൻ സുവിശേഷ വേല ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യമേ ഉള്ളൂ, കർത്താവേ ആരും വന്ന് സുവിശേഷം പറയാത്തതും അല്ലെങ്കിൽ അവിടുത്തെ ജനം ഒരു വ്യത്യസ്ത നിലവാരത്തിലുള്ള ജനവുമായിരിക്കണം, അവിടെ എനിക്ക് കർത്താവെ നിന്റെ നാമത്തെ ഉയർത്താൻ കടന്നു പോകണം എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ 2016 ഞാൻ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറഞ്ഞ ഐലൻഡിൽ കടന്നു ചെല്ലുവാനിടയായി. ഏകദേശം 10 മണിക്കൂർ ബോട്ടിനകത്തിരുന്ന് ആണ് ഞാൻ അവിടെ ചെന്ന് ഞാൻ അവിടെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തു. എൻ്റെ കൂടെ പോർട്ടയിലുള്ള ചില സൗഹൃദങ്ങൾ എന്നെ വഴി കാണിക്കാൻ കൊണ്ടുവന്നു. പക്ഷെ അവരാരും നല്ലപ്പോഴാണ് അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ വന്നൊരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തു. അങ്ങനെ താമസിച്ചു, പ്രവർത്തനമൊക്കെ ആരംഭിച്ചു. ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പുതിയ ഐലൻഡിൽ വരുമ്പം അവിടുത്തെ ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്, പല സ്വഭാവക്കാരാണ്, മദ്യപാനികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് അന്ന് പോകുമ്പോൾ തുച്ഛമായ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന വീടിന് കുറച്ച് അപ്പുറത്ത് മാറിയ ഒരു മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ കോളറെ പിടിച്ചിട്ട് ഒലച്ചിട്ട് പറഞ്ഞ്, ഞാൻ ഇവിടുത്തെ റവഡിയാണ്, ഇവിടുത്തെ ഈ പോലീസ് സ്റ്റേഷനിലെ എല്ലാവർക്കും എന്നെ അറിയാം, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു പോലീസും വരത്തില്ല, നിന്നെ കുത്തി കീറി കളയുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാല് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന സാഹചര്യത്തില് ഈ ഇങ്ങനെ അടിനടയും മറ്റുമൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ.
ജില്ലാ തലത്തിന് ട്രെയിനിങ് കിട്ടിയ ഒരാളാണ്. പക്ഷെ കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം, കർത്താവെ, എന്റെ കൈ ഒരാളുടെ ദേഹത്ത് പോലും തൊടുവാനോ അവർക്ക് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഉണ്ടാകുവാനോ ഈ ഇടവരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു രാത്രിയിൽ ഒരു സഹോദരൻ, ഒരു മദ്യപാനിയായ ഒരു സഹോദരൻ വന്നിട്ട് എന്റെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ഉടുപ്പിന്റെ ബട്ടൺസ് പൊട്ടിച്ച് കളയുകയൊക്കെ ചെയ്തു. ഞാനൊന്നും മിണ്ടിയില്ല. മൗനത്തോടെ ഞാൻ എന്റെ റൂമിനകത്ത് കയറി കതകടച്ചു. ഞാൻ മുട്ടൻകാലിരുന്ന് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കാര്യം വൈഫില്ല, കുഞ്ഞുങ്ങളില്ല, മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പുതിയ സ്ഥലമാണ്, ആരുമായിട്ട് എനിക്ക് വലിയ ടച്ചുകളില്ല, ഒന്നുമില്ല. ഞാൻ അവിടുന്ന് കരഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വേറെ ഒരു സഹോദരൻ, അദ്ദേഹം മദ്യപാനിയാണ്. അദ്ദേഹം എനിക്ക് ഹിന്ദിയോ മറ്റു കാര്യങ്ങളൊന്നും അന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ആൾക്കാർ ഏകദേശം 4 മണിയാകുമ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന അവിടെ 1.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. കാര്യം പകല് 1.5 മണിക്കൂർ എന്റെ വ്യത്യാസം അവിടെ ഉണ്ട്. രാവിലെ ഒരു 4:30 നേരം വെളുക്കും. എന്റെ മനസ്സിൽ പറഞ്ഞത് 4:30 നേരം വെളുക്കും. അതിൽ വൈകിട്ട് 4:30 ഇരുട്ടാവും. ആ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അങ്ങനെ രാവിലെ ആൾക്കാർ ജോലിക്ക് പോകുന്ന എല്ലാവരും കാണാതെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ പോയിരിക്കും. വേണം ഒരു തമിഴ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഏകദേശം ഒരു 50-55-60 വയസ്സ് കാണും. അദ്ദേഹം കമ്പിപടിയായിട്ട് എന്റെ നേരെ അടിക്കാനും എന്നെ മാനസികമായിട്ടൊക്കെ ഒത്തിരി വേദനിപ്പിക്കുന്ന സംസാരങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ ഒരക്ഷവും മിണ്ടാനോ ഒന്നും പോയില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ട്രാക്ട് കൊടുത്തിട്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇദ്ദേഹം ഒരു വലിയ കമ്പിപടിയായിട്ട് ഞാൻ വരുന്ന വഴി കൂടെ ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ട്. ഞാന് തൊട്ടടുത്ത ഒരു കാടുണ്ട്, ഭയങ്കര മരമാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ എന്റെ മനസ്സിലെ പാമ്പുകളെന്ന് വെച്ചാൽ നമ്മൾ TV കാണുന്നതിനേക്കാൾ ഭയങ്കര പാമ്പുകളാണ്, ഭയങ്കര പാമ്പാണ്, പത്തിക ഭയങ്കരമാണ്. അപ്പൊ ഞാന് ഇദ്ദേഹം വരുന്നത് കണ്ട് പേടിച്ച് എനിക്ക് ഒരാളൊരു അടി അടിച്ച പോലെ എന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരാൾ പോലും ഇല്ല. ഞാൻ ആ മരത്തിന്റെ ചവിട്ടി കയറി ഒളിച്ചിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ ഞാൻ ഒളിച്ചിരുന്നപ്പോ ഇദ്ദേഹം വടിയും കൊണ്ട് അവിടെ എല്ലാം കറങ്ങിട്ട് കാണാതെ പുള്ളി പോയി. ഞാൻ റൂമിൽ പോയി. ഒരു അരണ്ട വട്ടമായപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഥ അടച്ചു. അവിടെ നിന്ന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഷുഗർ ഹൈ ലെവലായി, അരി കഴിക്കാനുള്ള നിവൃത്തി ഇല്ലാതായി, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞാൻ പച്ചരി മേടിച്ചു ഭക്ഷണം വെച്ചു. ആ പച്ചരി വെച്ച് ചോറ് വെന്ത് കഴിച്ചപ്പോൾ കാണാം ഷുഗർ ഹൈ ലെവലായി. ഏകദേശം 600, 650, 700 കണ്ണാണമായ രീതിയായി. അങ്ങനെ ഞാൻ നിൽക്കുന്ന ലിറ്റ് ആൻഡ് മാനിലെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ചെന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഞാൻ ഡോക്ടറെ കണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. എന്റെ കണ്ണൊക്കെ ഒരു പ്രത്യേക രീതിയിലായി, കാഴ്ചയൊക്കെ വളരെ മങ്ങലായി, ശരീരമൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു ഒത്തിരി പ്രതിസന്ധി കൂടി ഞാൻ കടന്നു പോയതിനു ശേഷം നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ കടന്നു വന്നു. 2016 കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. ഏകദേശം 1.5 വർഷക്കാലം ഞാൻ ഈ ചികിത്സയായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ താമസിച്ചു. അങ്ങനെ എനിക്ക് ദോഹ ചർച്ച് ഉള്ള എന്റെ സഹോദരങ്ങളെല്ലാം കൂടി ചെറിയ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഒരു വീട് വെച്ചു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് എൻ്റെ മോള് BCom പരീക്ഷ നടക്കുകയാണ്. അങ്ങനെ BCom പരീക്ഷ നടക്കുന്ന സമയത്ത് അവൾക്ക് പനി പോലെ വന്നതായിരുന്നു. ലിൻഡ എന്ന് പറയും. അവൾക്ക് പനിയാണ്. എന്നാൽ ആ പനി ഡോക്ടറെ കണ്ടു, എല്ലാം ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, ആരാധനയ്ക്ക് പോകാൻ ഞങ്ങൾ എല്ലാം ഒരുങ്ങി. എന്നാൽ ഏകദേശം ഒരു 8:30-9 മണിയായപ്പോൾ ഞാൻ എൻ്റെ മോളെ റൂമിൽ ചെന്ന് ഞാൻ നോക്കി. മോളെ എഴുന്നേൽക്കുന്നില്ലയോ, എന്താ എഴുന്നേൽക്കാതെ ചെന്ന് നോക്കിയപ്പോൾ മോള് ഒരു മരിച്ചു കിടക്കുന്ന ഒരു ബോഡി പോലെ എൻ്റെ മോളെ കാണാൻ കഴിഞ്ഞു. കാര്യം വയറെല്ലാം തള്ളി, അതിലെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചലനശേഷി മാറി, ശ്വാസം വലിക്കുന്നത് പിന്നെ ചെറിയ നോർമലായി. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നപ്പം അവിടെ കണ്ണിക്കൂടെ ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ സംസാരിക്കുന്നില്ല, കണ്ണ് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. പിന്നെ ശരീരം ചലനശേഷി എല്ലാം സ്തംഭിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ ഇതിങ്ങനെ എന്ന് വെച്ചിട്ട് അവളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ എന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വാന്ന് പറഞ്ഞ് ഒരു ബൈക്ക് എടുത്ത്, ബൈക്കിനകത്ത് അന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഏകദേശം 200 മീറ്റർ മുള്ളുവേലി, 2 സൈഡ് മുള്ളുവേലിയാണ്. ഒരു ബൈക്കോ ഒരു സൈക്കിളോ വന്നാൽ നമ്മൾ ശ്രദ്ധ തെറ്റിപ്പോയാൽ മുള്ളുവേലി മറി. ആ രീതിയിലുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ മോളെ ബൈക്കിനെ സെന്റർ ഇട്ടുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ച് എൻ്റെ മോനെ കൊണ്ട് വണ്ടി ഓടിച്ച് ഞങ്ങൾ തൊട്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു 3 ഡോക്ടറുള്ള ഒരു ഭവനമുണ്ട്. ഞാൻ അവിടെ കൊണ്ടുചെന്നപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ്, ഞായറാഴ്ച രാവിലെയാണ്, വെച്ചിട്ട് പറഞ്ഞു, അലക്സെ കുഞ്ഞിന് ഇത് എങ്ങനെ പറ്റിയെന്ന് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ 2 ദിവസം കൊണ്ട് പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന്
നല്ല നല്ല അറിയപ്പെടുന്ന നല്ലൊരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആപ്പാടെ വലിയ വിഷമമാണ്. കാര്യം വെച്ചാൽ സ്വതരാഴ്ച കൊടുക്കാനുള്ള 200 രൂപ മാത്രമേ എന്റെ പോക്കറ്റുള്ളൂ. 200 രൂപ മാത്രമല്ലാതെ വേറൊരു രൂപ പോലും ഇല്ല. സാധാരണ ഡോക്ടേഴ്സൊക്കെ കാശ് അങ്ങോട്ട് മേടിക്കുന്നവരാ. പക്ഷെ ആ പ്രിയപ്പെട്ട ഡോക്ടർ എന്നോട് ചോദിച്ചു, അലക്സിന്റെ പോക്കറ്റ് എത്ര രൂപയുണ്ടെന്ന് വെച്ച്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നും എന്റെ അടുത്ത് ചോദിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി എന്റെ ഒന്നുമില്ലെന്ന്. ഉടനെ ആ പ്രിയപ്പെട്ട ഡോക്ടർ അകത്ത് ചെന്നിട്ട് 8000 രൂപ എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു, മോളെ കൊണ്ടുപോയിക്കോ, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി എന്തെങ്കിലും ആവശ്യം വന്നവർ എന്നെ വിളിച്ചാൽ മതി, എന്നെ കൊണ്ട് ഒക്കുന്ന സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കരുനാഗപ്പള്ളി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ കരുനാഗപ്പള്ളി മെഡിക്കൽ കോളേജ് കൊണ്ട് കയറ്റിയപ്പോൾ ഞാൻ അവരെ ആദ്യം ചെന്ന് ചോദിച്ചു, ഒരു സ്കാൻ എടുക്കുന്നത് എത്ര രൂപയാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു 10,000 രൂപയെ ആവത്തോളെന്ന് വെച്ച്. ശരി, എടുക്കുന്നു പറഞ്ഞു. അങ്ങനെ സ്കാനൊക്കെ എടുത്ത് കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കി ഇങ്ങനെ ഇട്ട് മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൈകിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് സ്കാൻ ചെയ്തതിന്റെ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സ്കാനിന്റെ റിപ്പോർട്ട് എടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സ്കാൻ്റെ എത്ര എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു 28,000 രൂപ ഇപ്പൊ കെട്ടി വെക്കണമെന്ന് പറഞ്ഞു. 28,000 പോയിട്ട് എൻ്റെ ആപ്പാട് 2,000 രൂപ, 2,000 മറ്റേ ഡോക്ടർ തന്ന 8,000, മൊത്തം 8,000 രൂപ എന്റെ കയ്യിലുണ്ട്. ഞാൻ ആപ്പാടം മാനസികമായിട്ട് പ്രയാസമായി. ഉടനെ എൻ്റെ വൈഫിന്റെ കൂട്ടുകാരിയെ വിളിച്ചു, അതുപോലെ എന്റെ സഹോദരനെ വിളിച്ചു. ഇവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇച്ചിരി പൈസ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ എവിടെ നിൽക്കോ 20,000 രൂപ കൊണ്ടുവന്ന് 22,000 രൂപ കൊടുത്തു. എന്റെ കുഞ്ഞിനെ ഞാൻ അവിടുന്ന് റിച്ചാർജ് ചെയ്ത് എന്റെ വീട്ടിൽ കൊണ്ടു. പക്ഷെ ഈ കുഞ്ഞിന്റെ സീരിയസ് എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. സീരിയസ് ആണ്. ഞാൻ കുഞ്ഞ് അത്ര കാര്യം ബികോമിന്റെ പരീക്ഷയാണ്, പിറ്റേന്ന് ഫൈനൽ പരീക്ഷയാണ്. അവളെല്ലാം തയ്യാറെടുപ്പ് കഴിഞ്ഞാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ കിടത്തിയതിനു ശേഷം പിറ്റേന്ന് രാവിലെ ആയപ്പം ഒരു ആട്ടോ പിടിച്ച് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പുതിയാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കരുനാഗപ്പള്ളി പുതിയാവ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം സ്ഥാനവാസം എന്ന് പറഞ്ഞ ഡോക്ടർ, അദ്ദേഹത്തെ പോയി കാണിച്ചപ്പോൾ അദ്ദേഹം എന്നെ റൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ എവിടെ പോയി, കുഞ്ഞ് സീരിയസ് അല്ലയോ, എത്രയും പെട്ടെന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ കാണാം എനിക്ക് വല്ലാത്ത വിഷമമായി. കാര്യം എൻ്റെ ആംബുലൻസിന് കൊടുക്കാൻ പോലും പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഡോക്ടറെ എൻ്റെ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ആംബുലൻസ് ഞാൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ആംബുലൻസ് പിടിച്ചു തന്ന് അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ മോളെ കൊണ്ടു ചെന്ന് അവിടെ റിസപ്ഷനിലെല്ലാം കാണിച്ചതിന് ശേഷം നേരെ ഡോക്ടർ വാർഡിലേക്ക് വാർഡിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പം എൻ്റെ പൈസ ഇല്ല, ഒന്നുമില്ല, ഭയങ്കര പ്രതിസന്ധിയാണ്. ഒത്തിരി മരുന്നിന്റെ ലിസ്റ്റൊക്കെ തന്നു. എങ്ങനെ ഇത് എവിടെ പോയി മേടിക്കണം, എങ്ങനെ മേടിക്കണം, 1 രൂപ എൻ്റെ കയ്യിലില്ല. കാര്യം ഉള്ളതെല്ലാം 22,000 രൂപ അവിടെ കൊടുത്തു. പിന്നെ എൻ്റെ ഒരു പൈസ ഇല്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്താണ് ഇത്. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മോള് വണ്ടാനം മെഡിക്കൽ കോളേജ് 3ാമത്തെ നിലയിൽ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ട് അവളെ അഡ്മിറ്റായി കിടത്തിയപ്പോൾ എൻ്റെ വൈഫും എൻ്റെ മൂത്ത പെങ്ങളുടെ മോളും എൻ്റെ സഹോദരങ്ങളൊക്കെ വന്നു. അവരെല്ലാം വന്ന് കുഞ്ഞിനെ നാലിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തെന്നറിയോ, എനിക്ക് അന്നേരം ഒരാൾ വന്നിട്ട് എനിക്കൊരു 2,000 രൂപ തന്നിട്ട് ഇത് കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ 2,000 രൂപ കൊണ്ട് ഞാൻ മോളെ നോക്കുന്ന മെയിൻ ഡോക്ടറുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റൂമിലേക്ക് ഒന്ന് പോകാൻ വെച്ച് ഞാൻ അവിടെ ചെന്നു. ഡോക്ടറെ എൻ്റെ മോക്ക് എങ്ങനെ സുഖാവോ എന്ന് ഞാൻ ചോദിക്കാൻ ചെന്നു. 12,000 രൂപ കൊടുത്തിട്ട് ചികിത്സ ഒന്ന് റെഡിയാക്കാന്ന് പറഞ്ഞ് ഞാൻ ചെന്നത്. അപ്പം ആ ഡോക്ടർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഇത് ലിൻഡയുടെ പപ്പയാണോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ലിൻഡയുടെ പപ്പ. എന്തെടുക്കുന്ന ജോലി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കർത്താവിന്റെ വേലയിൽ ഞാൻ ആറ്റമാൻസിലാണ് കർത്താവിന്റെ വേലയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എൻ്റെ മോളെ രക്ഷിക്കണം, എൻ്റെ വേറെ പൈസ ഒന്നുമില്ല, 2,000 രൂപ സാറിന് തരാനേ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ് ഈ കുഞ്ഞിന്റെ പൈസ ഞങ്ങൾ മേടിക്കത്തില്ല. കാര്യം ഈ കുഞ്ഞ് 1-2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസത്തിൽ കൂടി കുഞ്ഞ് ജീവിക്കത്തില്ല. ശരീരം മൊത്തം നിലച്ചുപോയി, കണ്ണിന്റെ കൃഷ്ണമണിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു, കണ്ണിന്റെ കാഴ്ച പോയി, എല്ലാം പോയി. ഇനി മരണം മാത്രമേ ഉള്ളൂ. അത് 2-3 ദിവസം കൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ വിളിച്ച് കുഞ്ഞിനെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഇതും കേട്ട് ദുഃഖത്തോടെ ഞാൻ എൻ്റെ വൈഫും എൻ്റെ മോള് കിടക്കുന്ന ബെഡ്റൂമിലേക്ക് ഞാൻ വന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ പെങ്ങളുടെ മോളും എൻ്റെ വൈഫും എല്ലാം ഉണ്ട്. എൻ്റെ വൈഫ് വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ നമ്മുടെ മോള് രക്ഷപ്പെടുവോ അച്ഛാ എന്ന് ചോദിച്ചു. ഞാൻ നീ എന്തിനു പൊട്ടത്തരുവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് നേരെ ബാത്റൂമിൽ പോയി പൊട്ടി കരഞ്ഞു. എനിക്കറിയാം എൻ്റെ മോള് മരിച്ചു പോകുന്നത്. എൻ്റെ ഭയങ്കരൂടെ ആരോടും പറഞ്ഞില്ല. കാരണം അവര് നിലവിളിക്കും, ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയി. അവിടെ പോയി, അത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ബാത്റൂം.
എനിക്ക് വേറെ ഒന്നും നിൽക്കാൻ കഴിയുന്നില്ല. ഒത്തിരി കരയിടം. അങ്ങനെ ബാത്റൂമിൽ പോയി ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, നമ്മുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. എന്റെ 1 രൂപ എടുക്കാനില്ല. കർത്താവിന് വേണ്ടി ആൻഡമാൻ ഐലൻഡിൽ പോയി. അവിടുന്ന് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. എന്റെ മോളെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ മോള് മരണത്തിൽ നിന്ന് ജയിക്കും, മരണത്തിൽ നിന്ന് വെടിവെക്കും എന്റെ കർത്താവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് എന്റെ മോള് കിടക്കുന്നിടത്ത് വരുമ്പോ എന്റെ വൈഫ് എന്നോട് ചോദിച്ചു, അച്ഛൻ ഡോക്ടർ എന്ത് പറഞ്ഞു, മോള് രക്ഷപ്പെടുവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എന്ത് പൊട്ടത്തിലോ പറയുന്നത്, എന്റെ മോള് ജീവൻ പ്രാപിക്കും, അവള് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഖത്തറിൽ നിന്നും PM ജോർജ് എന്ന് പറയുന്ന ദേവദാസിനെ ഞാൻ വിവരം അറിയിച്ചു. ദേവദാസനെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, എന്റെ മോള് ICUലാണ്, സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഏകദേശം 30,000 രൂപ പെട്ടെന്ന് എനിക്ക് സഹായിച്ചു. എന്നെ മെഡിക്കൽ സഹായത്തിന് വേണ്ടി 30,000 രൂപ തരികയും, അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ മൊബൈൽ മോടെ ചെവിയിലോട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. വെച്ചു. അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവരുടെ ശരീരത്തിന് ചലനസ് ഉണ്ടാവാൻ ഇടയായി. അപ്പൊ ജോർജ് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ആ ചലനം ഉണ്ടായി. ഇനിയിപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഡോക്ടർ പറഞ്ഞത് 15 ദിവസം കഴിയാതെ ഈ ശരീരത്തിന് ചലനശേഷി ഉണ്ടാവത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 2ാമത്തെ ദിവസം ആ ദേവദാസൻ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മോടെ ശരീരത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാൻ ഇടയായി. അവള് ചലിക്കുവാൻ തുടങ്ങി. കണ്ണുകളുടെ ചലനശേഷി ഉണ്ടായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്റെ മോള് അങ്ങനെ കിടക്കണം, അവളെ കൂടെ വർത്താനൊന്നും പറയത്തില്ല. അങ്ങനെ ഞാന് ഇരിക്കുന്ന സമയത്ത് എന്റെ മോള് 2-3-ാമത്തെ ദിവസം മോളെ എന്നെ വിളിച്ചിട്ട് പറയാണ്, പപ്പ എന്തേ അമ്മ എന്ന് ചോദിച്ചു. പറഞ്ഞു, പപ്പ ഉണ്ട് എന്ന് പറഞ്ഞു. പപ്പ ഞാൻ ഞങ്ങളുടെ എന്താ മോളെ പറയുന്നു പറഞ്ഞു. അപ്പൊ എന്റെ മോള് ഒരു കാര്യം പറഞ്ഞത് ഇതാണ്, പപ്പ എന്റെ മനസ്സിലേക്ക് പോകണം. എന്റെ മോളുടെ അവസാനത്തെ ഒരു മെസ്സേജാണ്. എന്നോട് പറഞ്ഞു, പപ്പ എന്റെ മനസ്സിലേക്ക്, അമ്മയും പപ്പയും പോകണം, എന്റെ മനസ്സിലേക്ക് പോകണം, അവിടെ അനേക പ്രിയപ്പെട്ടവരെ രക്ഷയിലേക്ക് നയിക്കണം. ഞാൻ മരിച്ചു പോവും, ഞാൻ മരിച്ചു പോകും പപ്പ. അതുകൊണ്ട് പപ്പ പോണം, എന്റെ മനസ്സിലേക്ക് പോണം, അനേകരോട് കർത്താവിന്റെ സുവിശേഷം അറിയിക്കണം. ഞാൻ പറഞ്ഞു, പോലെ ഞങ്ങൾ പോകുമ്പോ നീ ഞങ്ങളോട് കാണും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചുരുക്കം പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട കത്രാസനെ, എന്റെ മോള് 18 ദിവസം മെഡിക്കൽ കോളേജ് മരണത്തോട് മല്ലടിച്ചു കിടന്നു. 18-ാം ദിവസം അവിടെ എഴുന്നേൽക്കുവാൻ ഇടയായി. അവള് ഞങ്ങളുടെ പ്രദേശത്ത് ആൾക്കാരെല്ലാം ലിൻഡ മരിച്ചും അതിന്റെ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി അനേകര് ശ്രദ്ധയോട് കാത്തിരുന്നിരുന്നു ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുവാൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവള് കിടന്നു പോയെങ്കിൽ അവൾ നടത്തിക്കൊണ്ട് തന്റെ ഭവനത്തിൽ കടന്നു വരാൻ ഇടയായി. 2018 ഞാനും എന്റെ വൈഫും കൂടെ ഒരുമിച്ച്, എന്റെ മോളും കൂടെ ഞങ്ങൾ ആൻഡമാനിലേക്ക് കടന്നുപോയി. ലിറ്റ് ആൻഡമാനിൽ അനേക ഗ്രാമങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ അവൾ പ്രാർത്ഥിപ്പാനും സാക്ഷ്യങ്ങൾ പറയുവാനും ഒക്കെ ദൈവം സഹായിച്ചു. 2021 അവളെ വിവാഹം ചെയ്യുവാനും അവൾക്ക് ഒരു കുഞ്ഞ് ഉണ്ട്. അടുത്ത മാസം 28 ആ കുഞ്ഞിന് 3 വയസ്സ് തയ്യാണ്. ആ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ലിൻഡാമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അവിടെ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കണ്ണിന്റെ ലെൻസ് ത്തോടെ വിഷയമുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, ചെറിയതൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കത്രാസനെ, പ്രേക്ഷകരായ എല്ലാ പ്രിയപ്പെട്ടവരും അതിന്റെ മോക്ക് വേണ്ടി പ്രാർത്ഥന. അവർക്ക് നല്ല കാഴ്ച കിട്ടും. കാര്യം അവർ നല്ല ദർശനവും കാഴ്ചപ്പാടും ഉള്ള ഒരു ദൈവ വൈദ്യരാണ്. അതുകൊണ്ട് ദൈവം അവളെ വീണ്ടും മരണത്തിൽ നിന്ന് വിടിവെച്ച് ആൻഡമാന്റെ ദേശത്ത് കൊണ്ടുവരാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഇനി എന്റെ ആൻഡമാൻസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാന് ലിറ്റ് ആൻഡമാനാണ് ഞാൻ നിൽക്കുന്ന ഐലൻഡ്. ഏകദേശം പോർബെറയിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ ദൂരമാണ് എന്റെ ഐലൻഡ് ഉള്ളത്. എന്റെ ഐലൻഡിൽ ഞാൻ 2016 കാലുകുത്തി. 2017 ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നു. 2018 ഞാനും എന്റെ വൈഫും മോളും കൂടെ ആൻഡമാനിൽ കടന്നുപോയി. അവിടെ പ്രവർത്തനം ഒക്കെ നടത്തുന്നു. അവിടെ 62% ഹിന്ദുക്കളാണ്. പിന്നെ മുസ്ലിങ്ങളുണ്ട്. നമ്മൾ മലയാളികൾ ചുരുക്കം ആളുകളും മാത്രമേ അവിടെ വസിക്കുന്നുള്ളൂ. സുനാമി അടിച്ച ഒരു ഐലൻഡാണ്. ഏകദേശം 1000-ൽ പരം ആളുകൾ മരിച്ചു വീണ ഒരു ഐലൻഡാണ് ഞാൻ നിൽക്കുന്ന ഈ ലിറ്റ് ആൻഡമാൻ എന്ന ഐലൻഡ്. ഏകദേശം 26-28 കിലോമീറ്റർ ദൂരമാണ് അവിടെ ഉള്ളത്. അവിടെ കൃഷി എന്ന് പറയുന്ന പ്രത്യേകിച്ച് കൃഷികളോ ഒന്നും തന്നെ ഇല്ല. മീൻപിടുത്തമാണ്. നല്ല ഫ്രഷായ മീൻ കിട്ടും. അതേപോലെ തന്നെ ഈ അവിടെ മെയിനായിട്ട് ഒരു കമ്പനികളോ മറ്റ് ഒന്നും തന്നെ സാധ്യതകളൊക്കെ വളരെ കുറവാണ്.
ഏകദേശം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 45 വർഷത്തിന് പിന്നിലേക്ക് ആണ് ഞാൻ നിൽക്കുന്ന ഐലൻഡ്. അവിടുത്തെ നിത്യോപ സാധനങ്ങളൊക്കെ ദിനംപ്രതി വില കൂടുകയാണ്. ചില സമയത്ത് 1 കിലോ തക്കാളിക്ക് 260 രൂപ വരെ വില വന്നിട്ടുണ്ട്. 260 രൂപ തക്കാളിക്ക്. പ്യാജിന് ഈ നമ്മുടെ സവാളയ്ക്കാണെങ്കിൽ 200 രൂപ, 180 രൂപ, 160 രൂപ, ഇങ്ങനെയൊക്കെ. ഞങ്ങള് അവിടെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ പല സമയങ്ങളിലും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം. കാര്യം നമുക്ക് ആരോടും പരാതിയില്ല. കാര്യം ആരോടും ചോദിച്ചിട്ടല്ല ഞാൻ പോയത്. കർത്താവ് തന്ന ദർശനം, കർത്താവ് വിളിച്ചു. വേറെ പിന്നിലോട്ടൊന്നും നോക്കിയില്ല, എങ്ങനെ മുന്നോട്ട് പോകും എന്നും നോക്കിയില്ല. കർത്താവ് വിളിച്ചു. അങ്ങനെ ലിറ്റാൻഡമാനിൽ കർത്താവിന്റെ വേലയില് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെയും ഒത്തിരി പ്രയാസങ്ങള്, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആഞ്ഞടിക്കുന്നുണ്ട്. അവിടെ എനിക്ക് എതിരെ അവിടെ ഒരു കേസ് ഫയൽ ചെയ്തായിരുന്നു. അത് അമർഷയ്ക്ക് ഡയറക്റ്റ് പേപ്പർ കൊടുത്തു. ഞാൻ മതപരിവർത്തനം നടത്തുന്നുണ്ട്, വീട് സന്ദർശിക്കുന്നുണ്ട്, ഹിന്ദുക്കളെ വീടുകളിലെല്ലാം കയറുന്നു, അവരെ ആരാധനയ്ക്ക് ക്ഷണിക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞ് അവര് അന്വേഷണങ്ങൾ ആരംഭിക്കുകയും IB ഞാൻ താമസിക്കുന്നിടത്ത് വരികയും IB യുടെ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അവരെ കാണിപ്പാൻ ഇടയായി. അങ്ങനെ ഒത്തിരി പോലീസ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേലില് ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ പോവുകയോ അവരെ വീടുകളിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയോ അവരെ ആരാധനയ്ക്ക് ക്ഷണിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചുകൊണ്ട് നിന്നെ ജയിലിലിട്ട് കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടാത്ത നിയമം ഉണ്ടാക്കും എന്ന് എൻ്റെ അടുത്ത് നേരിട്ട് പറയുകയൊക്കെ ചെയ്തു. എങ്കിലും എനിക്ക് രാത്രികളിലും അതുപോലെ അർജന്റായിട്ട് ഒത്തിരി ആളുകൾ എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കും. ഞാനും വൈഫും മോളും കൂടെ ഓരോ 2018 ചെല്ലുമ്പോൾ ഒരു ഭവനത്തില് ഞങ്ങൾ അവിടെ ചെന്ന്, ഹിന്ദുവിന്റെ ഭവനമാണ്, അവന്റെ കൈ തള്ളവല്ല് മുറിക്കാൻ ഇരിക്കുകയാണ്, പഴുപ്പ് കയറി ഷുഗർ ഹൈ ലെവലായി കൈ മുറിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാനും വൈഫും കൂടെ വീട്ടിൽ വിറ്റ് നിൽക്കുമ്പോൾ ഇദ്ദേഹം കൈയൊക്കെ വലിയ തുണിയൊക്കെ വെച്ച് പൊതിഞ്ഞ് കെട്ടി അകിലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൈ വേദനയാണ് പാസ്റ്റേ. ഞാൻ പറഞ്ഞു വൈകിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരട്ടെ, വന്ന് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് വെച്ചു. ശരി വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളും വൈഫും മോളും കൂടെ ആ ഭവനത്തിൽ കടന്നു രാത്രിയില്. അവിടെ ചെന്ന് കർത്താവിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ സഹോദരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിൾ എടുത്തു. ആ ദേവത ചന്ദ്രൻ എന്ന് പറയുന്ന ആ സഹോദരന്റെ നെറ്റിക്ക് നേരെ ബൈബിൾ ചൂണ്ടിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പം അവന്റെ മേൽ അവൻ വ്യാപിച്ചു ഈ അന്ധകാര ശക്തി ഇളകുവാൻ ഇടയായി. ഇളകുക മാത്രമല്ല, അവൻ ഭയങ്കര ബഹളവും അവന്റെ ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം കാണാൻ അവൻ ബഹളം വെച്ച് ഭയങ്കര അലങ്കോലം ഉണ്ടാക്കുന്ന രീതിയിലും ഭയങ്കര ശബ്ദം. തൊട്ടടുത്ത അയൽവാസികളെല്ലാം ഓടി വരുവാൻ ഇടയായി. അപ്പൊ എനിക്ക് അന്നേരം മനസ്സിലായി ഇവന്റെ ഭൂതകളയാണ്. ഞാൻ പയ്യെ പിടിച്ച് താഴെ എടുത്തിട്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായി. അങ്ങനെ അവൻ കുറെ കാലം നമ്മുടെ കൂടെ ആരാധനയ്ക്ക് വരാൻ ഇടയായിട്ടുണ്ട്. എന്നാല് അവൻ ആരാധന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ദേശത്തെല്ലാം സംസാര വിഷയങ്ങളിലാണ്. ഇങ്ങനെ അലക്സ് വാസ് പ്രാർത്ഥിച്ച് ഇങ്ങനെ വിഷയമുണ്ട്, ഭൂതവിളകി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്കെതിരെ ഒരു വലിയൊരു എതിർ ചേരി അവിടെ ഉണ്ടായി. കാര്യം ഹിന്ദുക്കളെയൊക്കെ ക്രിസ്ത്യാനിയാക്കുന്നൊക്കെയുള്ള നിലയിലും നമ്മുടെ വീട്ടുകളിൽ ഒത്തിരി അനവധി ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ അവരെല്ലാം തടയുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാൻ ഇടയായി. അവസാനം എന്നെ വീടുകളിൽ കയറ്റാത്ത ഒരു അനുഭവങ്ങളിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോടും മോളോടും ഒക്കെ ഞാൻ പറയാറുണ്ട്, നമ്മൾ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുമ്പം ഭൂതവിളകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഐലൻഡുകൾ ഒത്തിരി രോഗികൾക്ക് സൗഖ്യം. അതേപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പം എനിക്കൊരു എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അലക്സേ എൻ്റെ ഒരു സഹോദരന്റെ വൈഫ് 3 മാസമായി ഡോക്ടർക്ക് രോഗം ഏതാ കണ്ടുപിടിച്ചിട്ടില്ല, ഹഡ്ബയിൽ നിന്നും പോർട്ട്ബെയറിലേക്ക് സ്ഥലം അവിടെ ചുറ്റു കൊടുത്തിട്ടുണ്ട്. പോർട്ട്ബെയർ വലിയ ഹോസ്പിറ്റലാണ്, അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് അവരുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മടങ്ങി വന്നിരിക്കുക. ഇപ്പൊ വീട്ടിലാണ് അസ്ഥികൂടമായി, 2 കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് പല ദേവദാസന്മാരും അവിടെ പോയി പ്രാർത്ഥിച്ചു, ഒരു വീട്ടിലും കാണുന്നില്ല. അലക്സ് സഹോദരാ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബംഗാളി ഏരിയയിലേക്ക് പിറ്റേന്ന് രാവിലെ ഞാനും വൈഫും കൂടെ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇവിടെ ഒരു സഹോദരൻ എഞ്ചിനീയറാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, അലക്സേ എൻ്റെ ഒരു സഹോദരന്റെ വൈഫാണ്, സീരിയസ് ആണ്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അവിടെ എത്രയോ പാസ്റ്റർമാരൊക്കെ ഉണ്ട്, അവരെ വിളിച്ചാൽ പോരെ, പിന്നെ ഞാൻ എങ്ങനെ ഇതിനെ വരുന്നേ എന്ന് ചോദിച്ചു. അമ്പല്ല അലക്സ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനുമായിട്ട് രാത്രി പോയി ആ സഹോദരിയെ കണ്ടു. യേശുവിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇച്ചിരി വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ
വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചു. ആ സഹോദരിക്ക് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഞാനും വൈഫും ബംഗാളി എന്ന് പറയുന്ന ഒരു 8 കിലോമീറ്റർ ദൂരമുള്ള ബംഗാളി ഗ്രാമമുണ്ട്, അവിടത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, ഇന്നലെ രാത്രി പോയ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടെ ബൈക്കിൽ അവിടെ പോയി. ചെന്നപ്പോൾ 4-5 മാസം കൊണ്ട് കട്ടയിൽ കിടക്കുന്ന ആ സഹോദരി പുറത്തിറങ്ങിയിട്ട് അവർ ചുറ്റുപാടുള്ള സഹോദരിമാരുടെ അടുത്ത് പറയുന്നു സൗഖ്യം തന്ന കാര്യത്തെക്കുറിച്ച്. ഇങ്ങനെ ഒരു മലയാളി പാസ്റ്റർ വന്നു പ്രാർത്ഥിച്ചു, എനിക്ക് വിടുതൽ തന്നുള്ള ഒരു മെസ്സേജ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും വൈഫും കൂടെ അവിടെ ചെല്ലുകയും ഈ സഹോദരി സൗഖ്യം പ്രാപിച്ച സഹോദരി ഓടി വന്നു എന്നെ കെട്ടിപ്പിടിച്ചിട്ടും പാസ്റ്റർജി എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പാസ്റ്ററും വൈഫും വന്നിട്ടുണ്ട്. അവര് ഞങ്ങളെ സ്വീകരിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരുവാൻ ഇടയായി. അപ്പൊ ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം യേശുവിനെ കുറിച്ച് അറിയുവാൻ ഈ ഇതൊരു മുഖാന്തരമായി മാറുവാൻ ഇടയായി. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ രോഗികളായിരിക്കുന്ന അനവധി പ്രിയപ്പെട്ട ക്യാൻസർ രോഗങ്ങള്, അതുപോലെ പല പല രോഗത്തിലായിരിക്കുന്നവര് കടന്നു വരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം വലിയ വലിയ വിടുതലുകൾ ആ ഐലൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിലൊരു ഒരു 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 പ്രയാസം എന്ന് വെച്ചാല് നമുക്ക് അവിടെ സ്ഥലമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു ചർച്ച് പണിയാനുള്ള സ്ഥലമോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഞാൻ നിൽക്കുന്ന ഐലൻഡ് എന്ന് വെച്ചാൽ എഗ്നേജ്മെന്റ് ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതലുള്ളത്. സർക്കാരിന്റെ പട്ടയുള്ള അല്ലെങ്കിൽ പ്രമാണമുള്ള സ്ഥലം വളരെ കുറവാണ്. അതിന് നല്ല ഒരു ഏകദേശം ഒരു 300-350 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെങ്കിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മേടിക്കാൻ പറ്റത്തുള്ളൂ. എഗ്നേജ്മെന്റ് ഉണ്ട്. പ്രത്യേകിച്ച് പോർട്ട്ബെയറിലാണെങ്കിൽ അടുത്ത സമയത്താണെങ്കിൽ എഗ്നേജ്മെന്റിൽ ചർച്ച് പണിഞ്ഞത് ബുൾഡോസർ കൊണ്ടുവന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ പോർട്ട്ബെയറിലെ പല ദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു എഗ്നേജ്മെന്റ് സ്ഥലം ഒരാൾ തന്നാൽ നമ്മൾ ഒരു ചർച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ആ സ്ഥിതി നമുക്കും ഉണ്ടാകും. അതൊരു ഭയമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ചർച്ചാണ് ഇല്ലാത്ത കാര്യം വെച്ചാൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്, അലക്സ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങള് വിശ്വാസത്തിലേക്ക് വന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അലക്സ് പോയാൽ പിന്നെ ഞങ്ങൾ പിന്നെ എവിടെ പോകും, ചർച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ചർച്ച് ആവശ്യമാണ് എന്നുള്ള നിലയിൽ അവർ പറയാൻ ഇടയായിട്ട് ഇപ്പം നമുക്ക് അവിടെ ഒരു ചർച്ച് ആവശ്യമാണ്. ചർച്ച് ആയി കഴിഞ്ഞാൽ നല്ല കൂട്ടം ജനം കർത്താവിന്റെ സന്നിധി കടന്നു വരികയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന കാര്യം. അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാന് അവിടെ നിർത്തി. ഞാന് ഏകദേശം ഇപ്പൊ 8 വർഷത്തോളം ആൻഡമാൻസിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നെ കാണുവാൻ ഒരു കുഞ്ഞു പോലും എന്റെ ഐലൻഡിൽ എന്നെ കാണാൻ പോലും വന്നിട്ടില്ല. ഒരു ഫോൺ കോൾ പോലും അങ്ങനെ ആരും എന്നെ വിളിക്കാറില്ല. എനിക്ക് ഭയങ്കര മാനസികമായിട്ടൊക്കെ ഭയങ്കര വിഷമമുണ്ട്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങള് നാട്ടിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ഐലൻഡിൽ പോകേണ്ടി 8-9 ദിവസം പിടിക്കും ദേവദാസനെ ഞങ്ങള് അവിടെ എത്തുമ്പോൾ. കാര്യം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയി ചെന്നൈ ചെല്ലും. ചെന്നൈ ചെന്നിട്ട് ഷിപ്പാണെങ്കിൽ മറ്റ് ഐലൻഡിൽ ടച്ച് ചെയ്ത് പോകുന്ന ഷിപ്പാണെങ്കിൽ 6 ദിവസം 7 ദിവസം ഷിപ്പിനകത്തിരിക്കണം. അത് 7 ദിവസം ഇരിക്കണം. അല്ലെങ്കിൽ 3 ദിവസം ഇരിക്കണം. ചെന്നൈ പോയി 1 ദിവസം നിൽക്കണം. പിന്നെ പോർട്ട്ബെയറിൽ ചെന്ന് കഴിഞ്ഞാല് എനിക്ക് ചെല്ലുന്ന അന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ എനിക്ക് എന്റെ ഐലൻഡിലേക്കുള്ള ഷിപ്പ് കാണത്തില്ല. ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ഷിപ്പായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ഈ മഴയോ കാറ്റോ ഉണ്ടെങ്കിൽ ആ ഷിപ്പ് ക്യാൻസലാണ്. അപ്പൊ നമുക്കൊരു കുറെ ദിവസങ്ങൾ ആൻഡമാൻസില് ഏതെങ്കിലും ലോഡ്ജുകളോ എവിടെയെങ്കിലും താമസിക്കണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ പലതരത്തിലുള്ള കഷ്ടതയിൽ കൂടിയായിരിക്കും നമ്മൾ ഇവിടുന്ന് നുള്ളിപ്പറിക്കൊണ്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത്. പോർട്ട്ബെയറിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ലോഡ്ജ് എടുക്കണമെങ്കിൽ കുറഞ്ഞൊരു 1500 മിനിമം, ഒരു 1500 ഒരു ദിവസം വാടക കൊടുക്കണം. പിന്നെ ഫുഡ് നമ്മൾ ഒരു 5-6 ദിവസം അവിടെ താമസിക്കുമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് 1500 രൂപ ടിക്കറ്റ്. ഞാൻ 2 ദിവസം മുമ്പ് 3000 രൂപ ടിക്കറ്റ്. ഇതുമായിട്ട് ഞങ്ങൾ പോയാൽ 10 മണിക്കൂർ അതിനകത്ത് ഇരിക്കണം. അപ്പം ഇതിന്റെ എല്ലാം ഒരു വലിയൊരു പാരിച്ച ഒരു ചെലവ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ചെലവാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. എങ്കിലും ദൈവം എന്നെ ഞങ്ങളെ വിളിച്ചു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ. ഈ നഷ്ടമൊന്നോ ലാഭമൊന്നോ ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി ഓടുക, ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ലിറ്റി ആൻഡമാനില് കർത്താവിനെ അറിയുന്ന ഒരു കൂട്ടം ജനത്തെ അവിടെ വാർത്തെടുക്കണം. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ മെഡിക്കലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ നല്ലൊരു മെഡിക്കൽ ഇല്ല ദേവസ്വന്. നമ്മുടെ കേരളത്തെ പോലെയോ അല്ലെങ്കിൽ ബോംബെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ആൻഡമാൻ അനുസരിച്ച് ബാക്കിയുള്ള മറ്റ് മേലൻഡുകളിൽ പോലെയുള്ള ഒരു മെഡിക്കൽ സഹായങ്ങളോ മറ്റൊന്നും തന്നെ നമുക്ക് അവിടെ. എന്റെ ആൻഡമാൻ ഐലൻഡിൽ എത്രയോ പ്രിയപ്പെട്ട അറ്റാക്ക് വന്നിട്ട് ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്പം കഴിയുമ്പോൾ അവർ മരിച്ചു പോകും. അങ്ങനെ അതുപോലെ മലേറിയ, അതുപോലെ അങ്ങനെ പല മാരകമായ രോഗങ്ങൾ പിടിക്കപ്പെട്ട ഒരു ഐലൻഡാണ് എൻ്റെ ഐലൻഡ്. പിന്നെ പൂജകൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൂജ നടക്കുന്ന ഒരു ഐലൻഡാണ് ലിറ്റി ആൻഡമാൻ ഐലൻഡ്. എന്നും പൂജയാണ്, എന്നും അവധിയാണ്. അങ്ങനത്തെ ഉള്ള ഒത്തിരി പ്രതിസന്ധി കൂടിയാണ് ഞങ്ങളുടെ ഐലൻഡ് കടന്നു പോകുന്നത്. എന്നാല് അതിന്റെ മധ്യത്തിലും എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാൻ
പട്ടിണിയെന്നോ പരിവട്ടമെന്നോ ഒന്നും നോക്കാതെ ഞാൻ പറയാലോ, നമ്മുടെ ഞങ്ങള് ഈ ലിറ്റാലമാനിൽ താമസിക്കുമ്പോൾ 28 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗ്രാമത്തില് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാനും വൈഫും കൂടെ കടന്നുപോയിട്ട് എൻ്റെ ആപ്പാട് 100 രൂപയുണ്ട്. 28 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരണം, പെട്രോൾ അടിക്കണം, എല്ലാം ഉണ്ട്. പക്ഷെ 100 രൂപ കയ്യിലുണ്ട്. ഞങ്ങള് അവിടെ ചെന്നു, ആ കുടുംബത്തിന്, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരിന്ന് ആഹാരം തന്നു, മടങ്ങിപ്പോയി. പക്ഷെ ഒരു 50 രൂപ കശി എടുത്തുന്ന പെട്രോൾ അടിക്കുന്ന പോലും തന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് ആ 100 രൂപ കൊടുത്ത് പെട്രോൾ അടിച്ചിട്ട് ഭവനത്തിൽ വന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. വചനം പറയുന്നു, 17 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലേ, എളിയവൻ നിലവിളിച്ച് യഹോവ കിട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടിവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ വിഷയമുള്ളൂ, ലിറ്റാനമാനില് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അവിടെ ഒരു കൊയ്ത്തുണ്ട് ദൈവസനെ. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഈ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ മാത്രമല്ല, ലിറ്റാനമാൻ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് കടന്നു വരണം. അവിടെ വന്നെങ്കിൽ മാത്രമേ അവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ആ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഞാൻ കേരളത്തില് കഴിഞ്ഞ പ്രാവശ്യം ആഗസ്റ്റ് 5-ാം തീയതി ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾക്ക് ബോട്ടില്ല. ബോട്ടിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഞങ്ങൾ 6 ദിവസത്തിന് മുമ്പേ പോൾബേറി വന്നു. അങ്ങനെ ജോൺസൺ ഡാനിയൽ പാസ്റ്ററിന്റെ ഭവനത്തിനാണ് ഞങ്ങൾ 6 ദിവസം താമസിച്ച്. അവർ ഞങ്ങൾക്ക് ഭക്ഷണവും ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നു. ആ പ്രിയപ്പെട്ട ദേവദാസൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരി ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ആ ദേവദാസനോടും ആ കുടുംബത്തോടുമുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. തിരിച്ച് ഞങ്ങള് അടുത്ത മാസം ഒക്ടോബർ 9, 10, 11 MBCയുടെ ഒരു കോൺഫറൻസ് ന്യൂഡൽഹി വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ആ കോൺഫറൻസിലൂടെ കഴിഞ്ഞിട്ട് പോകണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. അപ്പം വന്നത് മാത്രമല്ല, എൻ്റെ മോന് ഒരു വിവാഹവും കൂടെ നോക്കണം. കാര്യം അവൻ മർച്ചന്റ് നേവി പഠിച്ചു പാസ്സായി, അതുപോലെ ഡീസൽ മെക്കാനിക്കൽ പഠിച്ചു പാസ്സായി. അങ്ങനെ ഇവര് പഠിക്കുന്നതിന് വേണ്ടിയും കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടിയും ഞാൻ എൻ്റെ ഇപ്പോഴത്തുള്ള വീടും സ്ഥലവും ഞാൻ 6 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചായിരുന്നു. ഒരു 50,000 കൊടുക്കാണ്ടായിരുന്നു. 6 ലക്ഷം രൂപ എടുത്ത് ഇതെല്ലാം ചെയ്തു. പക്ഷെ എനിക്ക് അവിടുന്ന് ഉള്ള വരുമാനമോ മറ്റൊന്നും ഇല്ലാത്തതിന്റെ പേരില് ഒരു ജിപ്തിയുടെ ഒരു പരിധിയിലാണ് ഇപ്പൊ ഞങ്ങൾ അത് ആയിരിക്കുന്നത്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. കടബാധ്യതകളുണ്ട്. എന്നാൽ എൻ്റെ മോന് ഒരു ജോലി കിട്ടാത്ത ഒരു പ്രതിസന്ധിയിലാണ്. കാര്യം മർച്ചന്റ് നേവി പാസ്സായി കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കടം ഒക്കെ മറിച്ചാണ് നടത്തിയത്. ഏകദേശം ഈ ഒക്ടോബർ ലാസ്റ്റിന് മുമ്പ് ആൻഡമാനിലേക്ക് പോകണമെന്ന് അയക്കാൻ ഞങ്ങൾക്ക് പോയേ പറ്റൂ. ഞങ്ങൾക്ക് ഇനി സ്വന്തം നാട്ടിലല്ല എനിക്ക് ഏറ്റവും പ്രാധാന്യം, ലിറ്റ് അൻഡമാൻ എന്ന് പറഞ്ഞ ഐലൻഡിലാണ് എനിക്ക് പോകേണ്ടത്. കാര്യം കർത്താവിന്റെ വേല അവിടെയാണ് നടക്കുന്നത്. ആത്മാക്കൾ അനേക പ്രിയപ്പെട്ടവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റർ എപ്പോ വരും എന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നമ്മുടെ ജോൺസൺ പാസ്റ്ററിനെ കണ്ടുമുട്ടുവാൻ ഇടയിൽ ഞാൻ ആ ഒരു വിഷയം കൂടെ പറയട്ടെ. പ്രിയപ്പെട്ട കത്രാസൻ ജോൺസൺ പാസ്റ്ററിനെ പുള്ളിയെ ഞാൻ നാട്ടിൽ വരുമ്പോൾ പലരും എന്നോട് ചോദിക്കും, ജോൺസൺ പാസ്റ്ററിനെ അറിയാവോ, കുടുംബത്തെ അറിയാവോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന്. ആ പ്രിയപ്പെട്ട ദാസനും നാട്ടിൽ വരുമ്പം ആൾക്കാർക്ക് അലക്സ് പാസ്റ്ററിനെ അറിയാവോ, അലക്സിനെ എവിടെയെങ്കിലും അറിയാവോ, അദ്ദേഹത്തിനും അറിയാം. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പറയാറുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ജൂൺ മാസം 19, 20, 21 ഡേറ്റുകളിൽ പോർട്ട് വെച്ച് ഒരു സെമിനാർ നടന്നു. അപ്പം ലിറ്റ് ആൻഡമാനിൽ നിന്ന് ഞാനും വേറൊരു ദേവദാസനും കൂടാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ വരുന്നത്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കൂടെ വരുന്ന ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ എന്നെയും കൂടെ വിളിച്ച് വന്നേ പറ്റത്തുള്ളൂ, അലക്സും കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്ന് എന്നെ വിലക്കാരായിട്ട് വിളിച്ചോണ്ട് വന്നതാണ്. അങ്ങനെ ഞാൻ പോൾബേറി വന്നു. ബിഷപ്പ് ഹൗസിലായിരുന്നു അവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ റൂമിലെടുത്ത് താമസിക്കുന്നു. അന്ന് രാവിലെ ചെന്നതാണ്. പക്ഷെ ഫുഡോ മറ്റൊന്നും കിട്ടിയില്ല. അന്നൊരു ദിവസം പട്ടിണിയായിരുന്നു, വലിയ പ്രയാസമായിരുന്നു. ആരോടും ഞാൻ ഈ വിവരം പറയാതെ പൈപ്പിലെ വെള്ളവും കുടിച്ച് അങ്ങനെ റൂമിൽ കിടന്നു. പിറ്റേന്നാണ് നാസ്തയൊക്കെ കിട്ടിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെമിനാർ ആരംഭിച്ചപ്പോൾ ജോൺസൺ പാസ്റ്റർ ഒരു വെള്ള മുണ്ടൊക്കെ എടുത്ത് നല്ല നിലയിൽ ഒരു മലയാളി ലുക്കോടുകൂടി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നോക്കി, നീ ഇതാണോ ജോൺസൺ പാസ്റ്റർ എന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ കത്രാസൻ അപ്പം ഞങ്ങൾ ആ സെമിനാറിൽ ഇരിക്കുമ്പോൾ മൈക്കൂടെ പറഞ്ഞു, ഹഡ്ബേന്ന് വന്നിരിക്കുന്ന അലക്സ് പാണ്ഡ്യാനും അലക്സ് ചാക്കോയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അലക്സ് ചാക്കോ എന്ന് ഇദ്ദേഹത്തിന്റെ ആരോ ഒന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഡാനിയൽ പാസ്റ്റർക്ക്. അങ്ങനെ ജോൺസൺ പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് അലക്സ് ചാക്കോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാനാണെന്ന്. അങ്ങനെ അവിടെ വെച്ചാണ് ഞങ്ങൾ തമ്മിലുള്ള
ബന്ധം തുടങ്ങാൻ ആരംഭം കുറിച്ചത്. അത് ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. കാര്യം അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അങ്ങനെ ആ സെമിനാറിൽ വെച്ച് ദേവദാസനെ കാണുവാനും ദേവദാസൻ എന്നോട് പറഞ്ഞു, ദേവദാസനെ ഇറ്റാനുമ എന്ന് പറഞ്ഞ ഐലൻഡിൽ ഞാൻ വന്നിട്ടില്ല. ഞാൻ 21 വർഷക്കാലമായി ഇവിടെ കർത്താന്റെ വേലയിലായിരിക്കുന്നു. പക്ഷേ ഈ ഐലൻഡിൽ വന്നിട്ടില്ല, അവിടെ ആരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം ദേവദാസന്റെ ഐലൻഡിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും ദേവദാസൻ വരണം എന്ന് പറയാനിടയായി. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എന്റെ ഐലൻഡ് വരുവാനിടയായി. അദ്ദേഹം വന്നു. ഞങ്ങൾ ഏകദേശം 28 കിലോമീറ്ററുകൾ ബൈക്കിനകത്ത് നടന്ന് പ്രധാനപ്പെട്ട കവലകളിലൊക്കെ പോയി കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഒരു ദിവസം ഞങ്ങള് 8-9 കിലോമീറ്റർ ഞങ്ങൾ നടന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുവാൻ ഇടയായി. അപ്പം അദ്ദേഹം പോകുന്നതിന്റെ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദേവദാസനെ നമുക്ക് ഈ ഐലൻഡില് വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട് ദേവദാസനെ, നമുക്ക് ഇവിടെ ഒരു മാറ്റം വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഒരു 10-15 ഫാമിലിക്ക് എന്ന് വെച്ചാൽ നിവൃത്തിയില്ലാത്ത ഒത്തിരി പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ നമുക്ക് ചെയ്താൽ എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ദേവദാസനെ നല്ലതായിരിക്കും, കൊടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ ആ ദേവദാസൻ ഇനി ആരോടൊക്കെയോ പറഞ്ഞായിരിക്കും ശരി തന്നെ 10-15ഓളം കുടുംബത്തിന് 1400 രൂപ വെച്ച് ഫുഡിനുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ദാസന്റെ ഒരു ഒറ്റ കഴിവാണ്. അത് എനിക്ക് തരികയും ഞാനത് വിശ്വസ്തയോടെ 1400ഓളം രൂപ ചെലവാക്കിയാണ് ഞങ്ങൾ അവിടെ ഈ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന വെച്ചാല് 2024 2024 ഡിസംബറിൽ ലിറ്റ് ആൻഡമാനില് എല്ലാ മേഖലകളിലും പരിസയങ്ങളും അതിലെ ഗാന ശുശ്രൂഷകളും നടത്തുവാൻ പ്രിയപ്പെട്ട രഘുബോധ് മീഡിയ, ഓസ്ട്രേലിയൻ മീഡിയയുമായി ബന്ധപ്പെട്ട് എല്ലാ ലിറ്റാൻഡമാൻ എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനും അവിടെ ഗാന ശുശ്രൂഷകൾ നടത്തി ഒരു വലിയൊരു മാറ്റം നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ഒരു വലിയ അനുഗ്രഹമായി തീരണം. ഒത്തിരി പ്രതിസന്ധികൾ ഉള്ള ഒരു ഐലൻഡാണ്. അതേപോലെ സാമ്പത്തികപരമായിട്ടും ഒക്കെ ഭയങ്കര പ്രതിസന്ധിയുള്ള ഒരു ഐലൻഡാണ്. ദേവദാസിന്റെ ഒക്കെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ബാക്കി എന്റെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയും, അതിനുശേഷം ബാക്കി ഞാൻ പറയും. എന്റെ കുടുംബത്തിൽ ഞാൻ നോക്കുക, എന്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 8 പേരാണ്. ഞാനാണ് 7ാമത്തെ മോള്. ബാക്കിയുള്ള എന്റെ മൂത്ത ചേച്ചിമാരൊക്കെയാണ്. എന്നാൽ വിശ്വാസത്തില് എന്റെ അപ്പൻ നഷ്ടപ്പെട്ടു, എന്റെ അമ്മയുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസമായിട്ട് എന്റെ സഹോദരൻ മരിച്ച്. അവരൊന്നും വിശ്വാസത്തിലല്ല, ഞാനേ ഉള്ള വിശ്വാസത്തില് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കുടുംബത്തിൽ ചെന്നാലും നമ്മളൊരു വേർപെട്ട രീതിയിലാണ് അവരൊക്കെ നമ്മളെ കാണുന്നത്, ഒരു പുച്ഛമായ രീതിയില്ല. എന്നാലും എന്റെ അമ്മയ്ക്ക് സന്തോഷമാണ്. എവിടെയായാലും നമ്മുടെ ദൈവത്തെ അറിയാൻ എന്റെ പോയെന്ന് എന്റെ അമ്മ പറയും. എന്നാലും ഞങ്ങൾ തുണക്ക് ഒത്തിരി, എന്റെ അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അന്ന് ഈ പാടത്തൊക്കെ പിന്നെ നെല്ലൊക്കെ ഇടുമ്പോ ഞങ്ങളും കൊയ്യാൻ പോവായിരുന്നു അമ്മയുടെ കൂടെ. അങ്ങനെയൊക്കെ ഞങ്ങൾ 8 പേരെടുത്തില്ല, ഞങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടി അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയതൊക്കെ. അതിനുള്ള വിദ്യാഭ്യാസങ്ങളോ ഒന്നും ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞങ്ങളെ 10 പേരെയും +2 വരെയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും. പിന്നെ തുടർന്ന് പഠിക്കാനൊന്നും ഞങ്ങളെ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളെ കൊണ്ട് അപ്പനും അമ്മയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വിശ്വാസത്തിൽ വന്ന് ഈ ദിവസം വരെ എൻ്റെ കർത്താവ് ഞങ്ങളെ സന്തോഷത്തോടാണ് നടത്തുന്നത്. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ അപ്പുറത്തെ പള്ളിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അന്ന് ഇവിടെ സഭയിൽ ആരാധന നടക്കുമ്പോൾ ഈ സഭയിൽ കൂടെ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ പാട്ടും ആരാധനയൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷവും ഭയങ്കര ഇടിപ്പായിരുന്നു എൻ്റെ ഹൃദയത്തിലങ്ങ്. അന്നേരം ഞാൻ ഈ ആരാധന പള്ളി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനോട് പറയും, അടുത്ത ആഴ്ച ഞാൻ പെന്തക്കോസ്ത് സഭയിൽ പോവുക എന്ന്. അച്ഛൻ പറയും പോവണ്ട, അവിടെ പോയാൽ നിന്റെ കാര്യം തല്ലി ഒടിക്കുന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അതൊക്കെ ഒരു മുഖാന്തരമായിരുന്നു. എന്നാല് കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒത്തിരി ഭവനമില്ലാതൊക്കെ ഞാൻ ഒത്തിരി കഷ്ടതയിൽ കൂടി കടന്നുപോയി. നിന്ന പരിഹാസങ്ങള് സ്വന്തം സഹോദരങ്ങളിൽ നിന്നും എനിക്ക് ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കടന്നു വരുവാനിടയായി. ഒരു ദിവസവും എനിക്കിവിടെ അടുത്തൊരു കമ്പനിയിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ കമ്പനി ജോലിയൊക്കെ ഞാൻ കളഞ്ഞിട്ടാണ് കർത്താവിന്റെ പേരയ്ക്ക് വേണ്ടി അച്ഛനോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യാൻ ഞാൻ കടന്നുപോയത്. ജോലിക്ക് കടന്നു പോകുന്ന സമയത്തും വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും അവർക്കൊന്നും അറിയത്തില്ല. ഒത്തിരി വൈകിട്ട് വരുമ്പോഴും എനിക്ക് വിഷമമായി, എങ്ങോട്ട് കയറി പോകുന്നുള്ള ഒരു
ഭാരം അവന്റെ വീട്ടിൽ കടന്നു വരുമ്പോ എങ്ങനെ ആയിരിക്കും, അവരുടെ അവസ്ഥകൾ സ്ഥിതികളൊക്കെ എന്തുമായിരിക്കും, അവരെന്നെ എന്തോ പറയുന്നൊക്കെ ഉള്ളൊരു ഭാരത്തോടെ ആയിരുന്നു ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞ് ഭവനത്തിൽ കടന്നു വരുന്നത്. അങ്ങനെ കുറച്ചു ദിവസം എന്റെ ആങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ എനിക്ക് എതിരായിട്ടാണ് ആങ്ങള ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞത്. രാത്രിയാകുമ്പത്തിന് ഞാൻ അച്ഛനെ വിളിച്ച് എന്നെ ഇറങ്ങിപ്പോരുവാനിടയായി. ഇങ്ങനെയൊക്കെയുള്ള കുറെ അനുഭവങ്ങള് എന്റെ ജീവിതത്തിലും വരുവാനിടയായി. നിന്ദകള്, പരിഹാസങ്ങള്, ദൂഷികള് ഒക്കെ വരുവാനിടയായത്. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് എന്റെ ദൈവം എന്നെ ഇത്രത്തോളം ദൈവം നടത്തി. ഇനി എന്റെ ദൈവം നടത്തും എന്നുള്ള വിശ്വാസത്തോടാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ ദൈവ ദിവസങ്ങളിലൊക്കെ എന്റെ കർത്താവ് ഞങ്ങളെ നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ, ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് എത്ര ശ്രദ്ധിച്ചാലും മതി വരത്തില്ല. എന്നാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വന്നപ്പോഴും എന്റെ കർത്താവിനെ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് കർത്താവ് അതൊന്നും കൂട്ടാക്കാതെ തന്നെ എന്റെ ദൈവത്തിൽ മുന്നേറുവാൻ തക്കൊണ്ട് എന്റെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ഇവിടെ നാട്ടിലായിരിക്കാൻ എന്ന് സഹായിച്ച് എനിക്ക് പെട്ടെന്നൊരു വയറ്റുവേദന പോലെ എനിക്ക് അനുഭവപ്പെടുവാനിടയായി. അതൊക്കെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് അപ്പൻഡിക്സിന്റെ അസുഖം എന്ന് പറയാനിടയായി. ഒത്തിരി അത് പഴുത്തു പോയായിരുന്നു. ഭയങ്കര ഒരു ഡേഞ്ചർ ആയിരുന്നു അത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാനും ഇടയായി. എന്നാൽ അച്ഛന് ഷുഗറിന്റെ ഇതൊക്കെ ഉണ്ടായിട്ട് ഉറക്കമുളയ്ക്കാൻ കഴിയത്തില്ല. മോനും കൂടെ ഉണ്ടായിരുന്നു. മോനാണ് എന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഒക്കെ ചെയ്യുന്നത്. എന്നാൽ എന്റെ കൂടെ അന്ന് പിറ്റേന്ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ എന്റെ കൂടെ നിൽക്കുവാന് അപ്പൊ സിസ്റ്റർമാരൊക്കെ ചോദിച്ചു, ആരും സ്ത്രീകളൊന്നും കൂടില്ലയോ? അപ്പൊ അവരൊക്കെ പറഞ്ഞ് കൂടെ നിന്നവര് പറഞ്ഞ ആരുമില്ല, എന്റെ കൂടെ മോനേ ഉള്ളു, മോനും ഹസ്ബൻഡേ ഉള്ളെന്ന് പറഞ്ഞു. എന്നാൽ ആരെങ്കിലും സ്ത്രീകൾ വേണം എന്റെ കൂടെ നിൽക്കാൻ, എന്റെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയൊക്കെ വേണമല്ലോ. എന്നാൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് എന്റെ കൂടെ നിൽക്കാൻ അറിയാതെ അച്ഛൻ പെട്ടെന്ന് തന്നെ ചേട്ടന്റെ മകളെ വിളിക്കാനിടയായി. പൈതലി തന്നെ ഓപ്പറേഷന്റെ പിറ്റേന്ന് തന്നെ രാവിലെ തന്നെ അവള് കടന്നു വന്ന്. ഒത്തിരി ഹോസ്പിറ്റലായിരുന്നപ്പോഴൊക്കെ ഒത്തിരി ഭാരങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി ശക്തീകരിച്ച്. ഓപ്പറേഷൻ സമയത്തും ഡോക്ടർമാര് പലതൊക്കെ എന്നോട് ചോദിക്കാനിടയായി. ഞാൻ അപ്പോഴും ആ ബെഡേ കിടക്കുമ്പോഴും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കയറി കിടന്നത്. ദൈവമേ, അപ്പന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ആ ഡോക്ടറുടെ കരത്തോട് കൂടെ എന്റെ അപ്പന്റെ കരോടത് കൂടിയിരിക്കണേ എന്ന് ഞാൻ ആ വേണ്ടി കിടന്ന് പ്രാർത്ഥിക്കാനിടയായി. അവരെന്നോട് ചോദിച്ചു, അമ്മ പ്രാർത്ഥിച്ചിട്ട് കിടന്നു, കണ്ണടച്ചോ അമ്മ എന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കണ്ട, ഒന്നും ഓർത്തമ്മ വിഷമിക്കണ്ട, അമ്മയുടെ കൂടെ ദൈവമുണ്ട്. ആ ഡോക്ടേഴ്സൊക്കെ എന്നോട് പറയാനിടയായി. എന്നാലും ഓപ്പറേഷനൊക്കെ സക്സസ് ആകുവാനിടയായി. തിരിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ വേറെ റൂമിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ബോധം ഉണ്ടായി. ഞാനിപ്പോ എല്ലാം അന്വേഷിക്കുകയാണ്. ഞാൻ അവിടെ അച്ഛനെ കാണുന്നതിലോ മനെ കാണുന്നതിലും രണ്ടുപേരും എന്നോടൊപ്പം. അപ്പൊ എന്റെ മോൻ വന്ന് എന്റെ അടുത്ത് ഓപ്പറേഷൻ ചെയ്ത സാധനം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, അതാ ഇത് അമ്മയുടെ വയറ്റിൽ കിടന്നെന്ന് പറഞ്ഞത് ബോട്ടിനകത്തിട്ടാണ് എന്നെ കാണിച്ച്. ഞാൻ അന്നേരം ബെഡേ കിടക്കുവാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ദേഹം മൊത്തം എന്റെ മരവിച്ചിരിക്കുന്നു. അന്നേരം ഞാൻ മോനോട് ചോദിച്ചു, മോനെ എന്റെ കാല് പൊങ്ങിയിരിക്കുവോ? അല്ല പൊങ്ങിയിരിക്കുവല്ല, അമ്മയ്ക്ക് തോന്നുവാ. എന്റെ കുഞ്ഞുവിനെ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക്, അമ്മ ബെഡിൽ തന്നെ കിടക്കും, അമ്മ പൊങ്ങിയൊന്നും കിടക്കുമല്ലെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുമായിരുന്നു. പിന്നെ അത് രാത്രി ഓപ്പറേഷൻ രാത്രി തന്നെ റൂമിൽ കൊണ്ടുവന്നിട്ട് എന്നെ വാർഡിൽ കൊണ്ട് കടത്തുവാനിടയായി. എന്റെ കൂടെ ആരുമില്ല. പിന്നെ ലേഡീസിന്റെ വാർഡായോണ്ട് ആണുങ്ങളെ അതിലൂടെ കയറ്റത്തില്ല. പിന്നെ അടുത്തുള്ളവരായിരുന്നു ട്രിപ്പൊക്കെ തീരുമ്പോഴൊക്കെ എന്നെ നോക്കിയും കാണുകയൊക്കെ ചെയ്തത്. അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, മോളുണ്ട്, പൊടി കുഞ്ഞുണ്ട്, അതുകൊണ്ട് അവർക്ക് വരുവാൻ കഴിയത്തില്ല. ഞാനന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി എന്നെ ഒരു ഹോസ്പിറ്റലോ കയറ്റുവല്ല ദൈവമേ, ഞാൻ അനുവദിക്കല്ലേ. ആരും ഒന്ന് കൂടെ നിൽക്കുവാനോ ശുശ്രൂഷ ചെയ്യുവാൻ ആരുമില്ല എനിക്ക്. അല്ല, ദൈവത്തിലേക്ക് ഇതോന്ന് പറയട്ടെ, ദൈവം നടത്തുന്ന വഴികളെ എനിക്ക് ദൈവം അല്ലാതെ ഒരാശ്രയമില്ലെന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദിനങ്ങളുണ്ട്. രാത്രിയാമങ്ങളിലെ കർത്താവിന്റെ തന്നെ ആന്റെ മനസ്സിന്റെ ദേശത്തായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് അനേക ഭവനങ്ങളിൽ കടന്നു പോകാനും ട്രാക്ട് കൊടുക്കാനും അവരോടൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ സുവിശേഷം അറിയിപ്പാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിൽ കിട്ടുന്ന നന്മകള് ഒരു പാവത്തങ്ങള് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോ ഞങ്ങളെ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് എന്നെ വിളിക്കും, ആന്റി ആന്റി എന്ന് വിളിക്കും. ഞാൻ പറയും, വീട്ടിൽ വാ മക്കളെ എന്ന് ഞാൻ പറയും.
അപ്പൊ ഈ കുഞ്ഞുങ്ങൾ വന്ന് എന്നോട് ആ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. ഒരു പൊടി കുഞ്ഞ് അവിടെ പപ്പ മരിച്ചു പോയതാ. അവിടെ അമ്മ മദ്യപാനിയാണ്. അതിന് മൂത്തൊരു സഹോദരൻ ഉണ്ട്, 5 പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അവർക്ക് ആഹാരങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നത്. ഈ തള്ള രാവിലെ അങ്ങ് പോരും, മദ്യപാനിയാണ്. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും വെച്ചു കൊടുക്കത്തില്ല. ഈ കുഞ്ഞാന്തരം വീട്ടിൽ വരും. എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മോളെന്താ കഴിച്ചെന്ന് ചോദിക്കും, പറയും ഞാനൊന്നും കഴിച്ചില്ല ആന്റി എന്ന് എൻ്റെ അടുത്ത് പറയും. ഞാൻ പറയും മോക്ക് റൊട്ടി തരട്ടെ. അങ്ങനെ കുഞ്ഞിനെ ആ റൊട്ടി കൊടുക്കും. അന്നേരം ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്ന, പിന്നെ ആന്റി എന്റെ പപ്പ മരിച്ചുപോയി ആന്റി. ഞാൻ പറഞ്ഞു മോടെ പപ്പയല്ലേ ഉള്ളു മൂക്ക് മരിച്ചു പോലും. മോടെ കൂടെ ദൈവം ഉണ്ട് കേട്ടോ, യേശുപ്പച്ചനുണ്ട് മോടെ കൂടെ. മോള് ഭാരപ്പെടണ്ട കേട്ടോ, മോള് ഇവിടെ ആരാധനയ്ക്കൊക്കെ വരണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ആ കുഞ്ഞാണെങ്കിൽ അന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അന്ന് ആരാധനയ്ക്ക് കുറച്ച് ദിവസങ്ങളിലൊക്കെ കുഞ്ഞ് കടന്നു വരുമായിരുന്ന പൊടി കുഞ്ഞ്. ആ കുഞ്ഞ് ഹൃദയത്തിലും യേശുവിനെ അറിയാൻ ആ കുഞ്ഞിനെ ദൈവം അവിടെ സഹായിച്ചത് ഓർത്ത് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വിഷമമാണ്. അനേക കുഞ്ഞുങ്ങളാണ് ആ ദേശത്ത്, പിന്നെ മാതാപിതാക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ വിളിക്കും. ഞാൻ വെക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കും. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങളായാലും ഒക്കെ ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കും. ആ കുഞ്ഞുങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങളോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് ഏത് ആര് വന്ന് ചോദിച്ചാലും ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കും. മലയാളി പാസ്റ്റർ വീട്, അത് ആർക്ക് വേണമെങ്കിലും അവിടെയുള്ള ലോക്കൽ പാസ്റ്റർമാരുടെ പേര് ചോദിച്ചാൽ പോലും ആ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങളുടെ പേര് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ആ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. അവിടുത്തെ അവിടെ ഞങ്ങളിൽ കൂടി അനേക ദൈവമുഖർക്ക് ഞങ്ങളെ കഴിവതും ഒന്നും ഇല്ലെങ്കിലും ദൈവം ഞങ്ങളൊന്നും കഴിച്ചില്ലേലും അനേക കുഞ്ഞുങ്ങൾക്കായാലും അനേക ആളുകൾക്കായാലും ഞങ്ങൾ കഴിക്കുന്ന ഒരു വീതം ഇതുവരെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പ്രവർത്തനം ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകരുണ്ട് യേശുവിനെ അറിയാത്തത്. മദ്യപാനികളാണ് ഇവിടെ കൂടുതലും ആയിരിക്കുന്നത്. സ്ത്രീകളായാലും അവരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ പോയി ശുശ്രൂഷ അറിയിക്കുന്നത്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ദേവസനെ ഞങ്ങള് അടുത്ത മാസം അണ്ടമാൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വന്ന ഒരു വിഷയമാണ്. എനിക്ക് ഷുഗർ ഹൈ ലെവലാണ്. ശരീരത്തിനൊക്കെ തളർച്ചകളും കാഴ്ചയൊക്കെ അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതൊന്നും കണക്കാക്കുന്നില്ല. കർത്താവ് കൂടെ ഉണ്ട്. ആ വിശ്വാസവും കർത്താവ് പിടിച്ചതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആൻഡമാനിലേക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പോകാനുള്ള വഴികളെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരും വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാല്, ഞാൻ ഈ ചാനലിൽ ഞാൻ പറയുന്ന ഒരു വിഷയമാണ്. എൻ്റെ വൈഫിനോടും എൻ്റെ കുഞ്ഞുങ്ങളോടും പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പപ്പയ്ക്ക് അണ്ടമാനിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അവിടെ ആ മണ്ണിലേക്ക് ഇടുക. തിരിച്ചു വരാൻ ഒന്നും പറ്റത്തില്ല. ഒരു അസുഖം ഉണ്ടായാൽ പെട്ടെന്ന് അത് നല്ലൊരു മെഡിക്കലിലേക്ക് പോകാൻ കഴിയത്തില്ല. ഒന്നത് ബോട്ട് സൗകര്യം വളരെ പരിമിതമാണ്. അതുപോലെ മെഡിക്കല് അതുപോലെ വലിയ പരാജയമാണ്. ലിറ്റ് അണ്ടമാനിൽ വലിയ പരാജയമാണ്. അവിടെ നല്ലൊരു ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഒരു ക്രമീകരണങ്ങളൊന്നും ഞാൻ നിൽക്കുന്ന ഐലൻഡുകളിലില്ല. ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നു. ഞാൻ ഈ ലോകം വിട്ട് പോയാൽ പോലും എനിക്ക് അവിടെ ഈ നാട്ടിൽ പോലെയുള്ള നല്ലൊരു ശുശ്രൂഷ പോലും കിട്ടത്തില്ല. പക്ഷെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവിന് വേണ്ടി ഓടാൻ തീരുമാനിച്ചത്. കർത്താവിന് വേണ്ടി എങ്ങനെയൊക്കെ അധ്വാനിക്കാവോ, ഏതെല്ലാം തരത്തിൽ അധ്വാനിച്ച് ഓരോ ആത്മാവിനെങ്കിലും നേടുവാണെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. അത് എൻ്റെ ജീവിതമോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമോ അല്ലെങ്കിൽ എൻ്റെ കടബാധ്യതകളോ ഇതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും. ആ ലിറ്റാനം എന്ന് പറയുന്ന ഐലൻഡ് ഞാൻ പറയുന്നത് ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഐലൻഡാണ്. അതുമല്ല എന്നും പൂച്ച നടക്കുന്ന ഒരു ഐലൻഡാണ്. പ്രൈസറോ. എന്നാൽ അതിൻ്റെ ഇടയ്ക്കും അനേക പ്രിയപ്പെട്ടവര് നിലവിളിക്കുന്ന അവരുടെ നൊമ്പരങ്ങൾ, അവരോട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വേദനകൾ അറിയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ മുട്ടുകാലം മുടക്കുമ്പോൾ അവർ കർത്താവിനെ അറിയുകയും ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ
നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഐലൻഡിനെ കുറിച്ച് പറയുമ്പോൾ. കാര്യം ആ ഞങ്ങളുടെ ഐലൻഡിന് ഏകദേശം ഒരു 80 കുട്ടികൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് ഡിഗ്രിയിലേക്ക് വരുമ്പം 5-10 കുട്ടികൾ മാത്രമേ പോകും. ബാക്കി എല്ലാം ഓരോ സ്റ്റെപ്പ് വെച്ച് അവര് പഠനം നിർത്തിയിട്ട് അവര് അപ്പന്റെ അമ്മയുടെ ഒരു മീൻപിടുത്തത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള നിലയിലേക്കാണ് അവർ പോകുന്നത്. അതുപോലെ മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു ഐക്യത ഉണ്ടാകുന്നില്ല അവിടെ. കാര്യം മദ്യപാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മദ്യം ഉള്ളത് കൊണ്ട് ആ ഭവനമെല്ലാം ഭയങ്കര നിരാശയിലാണ് ഭവനങ്ങളുടെ ഭൂരിപക്ഷം കടന്നു പോകുന്നത്. ചുരുക്കം ചില സമ്പന്നരിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഐലൻഡിൽ. പിന്നെ ഞങ്ങളുടെ ഐലൻഡിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂവമ്പം ദിനംപ്രതി ഉണ്ടാവും. പൂവമ്പം അതുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളോ ഒന്നും വെക്കാൻ കഴിയത്തില്ല ഞങ്ങളുടെ ഐലൻഡുകളിൽ. പിന്നെ എന്ന് വെച്ചാല് അവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് എല്ലാം നിലച്ച് പോർട്ട് ബ്ലെയറിൽ അല്ലെങ്കിൽ ചെന്നൈന്നോ അല്ലെങ്കിൽ കൽക്കട്ടയിൽ ഒരു സാധനവും വരത്തില്ല. കാര്യം അത്രമാത്രം പ്രതിസന്ധിയിലുള്ള ഒരു ഐലൻഡാണ് ഞാൻ നിൽക്കുന്ന ഐലൻഡ്. അവിടെ ഒത്തിരി ആൾക്കാര് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ഈ സ്ത്രീകള് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട അനവധി സ്ത്രീകള് മദ്യം കുടിച്ച് മറിഞ്ഞു വീണ് തലപൊട്ടി മരിച്ചുപോയ ഒത്തിരി ഈ വിധവകളായ സഹോദരിമാര്, അതുപോലെ അവരുടെ കുഞ്ഞുങ്ങള്. ഞാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളെ. ഒന്ന് ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു, അസ്ഥി കൂടെ മാത്രം വരുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ ഞങ്ങളെടുത്ത് ഞങ്ങള് അവരെ ഉറക്കി എൻ്റെ വൈഫ് അവരെ കുളിപ്പിച്ച് റെഡിയാക്കി. ഇപ്പം ആ കുഞ്ഞുങ്ങളൊക്കെ ഒരു 10-12 വയസ്സായി ആയിട്ടുണ്ട് ഇപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ. അപ്പം അങ്ങനത്തുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും അതോടൊപ്പം തന്നെ അവിടെ രോഗികളായിരിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അവിടെ അങ്ങ് ആരും ചെല്ലത്തില്ല, രോഗികളുടെ വീടുകളോ അതോ ഉമ്മിച്ച വാടയാണ് ഓരോ ഭവനങ്ങളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ കയറിയിരിക്കാൻ പോകില്ല. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ കടന്നു ചെന്നിട്ട് അവർ തരുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സുവിശേഷകനുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുവാൻ കഴിയുന്നുണ്ട്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഞാൻ അത് കാണുന്നത്. കാര്യം വെച്ചാല് മറ്റാരും കടന്നു ചെല്ലത്തില്ല. കാര്യം ചെല്ലുന്നതിന് ആ ഭവനത്തിൽ നിന്ന് ഏകദേശം ഒരു 3-4 മീറ്റർ ദൂരം മാറി നിൽക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതില്ല, നമ്മൾ അവരുടെ കൂടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ വേദനകളിൽ നമ്മളും പങ്കുചേർന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്ക് വലിയ സമ്പത്തിയോ ഒന്നുമില്ല എങ്കിലും എൻ്റെ പോക്കറ്റിലുള്ളത് ഏറ്റവും വലിയത് നോട്ടെടുത്ത് കൈ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവത്തിലാണ് ഞങ്ങളുടെ ലിറ്റാനിമാലിൽ ഞങ്ങളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ആ ലിറ്റാനിമാലിലൊരു പ്രവർത്തനത്തിൽ വലിയൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. കാര്യം വെച്ചാല് ദൈവം തന്ന ഒരു ആലോചനയാണ്. അവിടെ വിവിധ തരത്തിലുള്ള ഭാഷകളുള്ള ഒരു ആരാധന അവിടെ നടക്കും എന്ന് ദൈവാത്മാവ് എനിക്ക് നാളുകൾക്ക് മുമ്പ് ഒരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിലേക്കുള്ള ഓട്ടത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനം ആ പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് മെയിനായിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലം വേണം നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഈ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയത്തുള്ളൂ. കോട്ടയത്തെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എല്ലാം സമ്പന്നരും അതേപോലെ തന്നെ എല്ലാം പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളാണ് പോർട്ട് ബ്ലെയർ സെന്ററുകളിലും ഒക്കെ താമസിക്കുക. പക്ഷെ എൻ്റെ ഐലൻഡിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, എല്ലാം സാധുക്കളായ പാവപ്പെട്ടവരായ ജനമാണ് അവിടെ ഉള്ളത്. അത് തിലങ്കരുണ്ട്, തമിഴന്മാരുണ്ട്, അങ്ങനെ വിവിധ ഭാഷകളുള്ള 8 തരം ഭാഷകളുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അത് വലിയൊരു കൊയ്ത്ത് കൊയ്യാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ കർത്താവ് അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രിയപ്പെട്ട ഈ ചാനലിലായിരിക്കുന്ന ഈ പ്രേക്ഷകരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കത്രാസനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും അനേകര് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാകും. അതാണ് എൻ്റെ ഒരു വലിയ സന്തോഷം. ഞാൻ ദേവദാസനോട് അല്ലെങ്കിൽ ഈ ചാനലിൽ പറയാണ്, ചില സന്ദർഭങ്ങളൊക്കെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സാഹചര്യങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. ഭക്ഷണമോ അല്ലെങ്കിൽ നല്ല കറിയൊന്നും ഞങ്ങൾ കൂട്ടാറില്ല. ഞങ്ങള് നാട്ടിൽ വരുമ്പോഴാണ് പച്ചക്കറി മാനുമാറ്റിച്ച് പച്ചക്കറി മേടിച്ച് കഴിക്കുന്നത്. കാര്യം ഇവിടെ 100 രൂപ കൊടുത്തോ 150 രൂപ കൊടുത്തോ ഒരു കിറ്റ് കിട്ടും. ഞങ്ങൾക്ക് അവിടെ ഒരു 100 രൂപ കൊടുക്കുന്ന കിറ്റ് ഞങ്ങൾക്ക് അവിടെ 1500 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു കിറ്റ് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് പച്ചക്കറി ഒന്നും അങ്ങനെ മേടിക്കാറില്ല. മേടിക്കുന്ന വെച്ചാൽ സവാള മേടിക്കും, വെളുത്തുള്ളി മേടിക്കും, ഇഞ്ചി മേടിക്കും. ഇത് മാത്രമല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും മേടിക്കാറില്ല. മേടിക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ പൈസ ഇല്ല.
നമുക്ക് ഒരു ദിവസത്തേക്ക് അല്ലല്ലോ, നമുക്കൊരു കുറെ നാൾ നിൽക്കണ്ടേ, നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഫോൺ വരും, ഇന്നത്തെ ഒരു രോഗി സുഖമില്ലാതെ എടുക്കുന്നു, പാസ്റ്റർ ഒന്ന് വന്നു പ്രാർത്ഥിക്കുന്നു. ഏത് രാത്രി ആയാലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അവിടെ പോയി ആ രോഗിയെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റിയിട്ട് ആണ് നമ്മൾ തന്റെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാല് എനിക്ക് മനസ്സിന് ഒരേ ഒരു വിഷമം ഉള്ളതെന്ന് വെച്ചാല്, എന്റെ ജീവിതത്തിൽ അവിടെ എന്തെങ്കിലും ഒന്ന് എന്റെ ജീവന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാല് ഞാൻ ഈ പറയാണ്, എന്റെ വൈഫ് എന്റെ കൂടെ ഉണ്ട്, പക്ഷെ അവളെ എങ്ങനെയെങ്കിലും ആ രീതിയിൽ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരണം, അല്ല വേറൊന്നും എനിക്കില്ല. കാര്യം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ വൈഫ് ഒറ്റപ്പെടും, വേറെ ആരുമില്ല. പക്ഷെ ദൈവം കൂടെ ഉണ്ട്, ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ കൂടെ ഉണ്ട്. കാര്യം വെച്ചാൽ ദൈവം വിളിച്ചാണ് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തത്. ദൈവം വിളിച്ചിട്ടാണ് എന്റെ ബന്ധുപത്രാദികളെല്ലാം കളഞ്ഞിട്ട് ഞാൻ എന്റെ ഐലൻഡിലേക്ക് കർത്താവിന് വേണ്ടി പോയത്. ഞാൻ കടന്നു പോകുമ്പോ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിസയ്ക്ക് വേണ്ടി ആരെങ്കിലും തെക്കോട്ടും വടക്കോട്ടും ഓടുമ്പോൾ നീ ജോലി കളഞ്ഞിട്ട് പോയാൽ നാളെ നീ തലയെ കൈയും വെച്ച് കരയുന്ന ഒരു കാലഘട്ടം നിന്റെ മുന്നിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ തമ്പുരാൻ എന്നെ വഴി തള്ളിക്കളയുന്ന ദൈവമല്ല, ഞാനത് വിശ്വസിക്കുന്നു. മരുഭൂമി തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, വിളിച്ചവൻ വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും ഞാൻ തലയെ കൈ വെക്കുകയില്ല, ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ആൻഡമാൻ ഐലൻഡിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോൾ എന്റെ ബന്ധുക്കളൊക്കെ കാണുന്നത് ഒരു വന്യ മൃഗം വരുന്നത് പോലെ. കാര്യം വെച്ചാൽ അവരുമായിട്ടൊരു ബന്ധമില്ല. അവരുടെ കല്യാണത്തിനോ അവരുടെ മരണത്തിനോ അല്ലെങ്കിൽ അവരുടെ വീട് മാറ്റത്തിനോ ഒരു കാര്യത്തിനും ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. കാര്യം ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറഞ്ഞ ഐലൻഡിലാണ്. ഞങ്ങൾക്ക് അതിനുള്ള വരുമാനങ്ങളോ ഒന്നുമില്ല. ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ ഞങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ഞങ്ങൾ ചിന്തിക്കുന്നത്, കർത്താവ് വരുമ്പോൾ കാഹളത്തിന്റെ ധ്വനി മധ്യാകാശത്തിൽ ഉയരുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ലിറ്റിൽ ആൻഡമാനിന് ഒരു കൂട്ടം ജനം അവിടെ നിന്ന് ഉയരണം. ആ തീർന്ന് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദേവദാസിനോടും കുടുംബത്തോടും ഞങ്ങൾ നന്ദി പറഞ്ഞ് ഇങ്ങനെ ഒരു ഹാലേലിയ. ഞങ്ങള് ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഇതേ ഒരു ചാനലിൽ വരുവാനും ഈ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ദൈവം ഒരു അവസരങ്ങൾ ഒരുക്കി. ആ ദൈവത്തോടുള്ള നന്ദിയാണ് ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മറ്റു പ്രയാസമൊന്നും ഇല്ലാതെ ഞങ്ങൾ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അടുത്ത മാസം ഞങ്ങൾ ആൻഡമാനിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ദേവദാസിന്റെയും ദേവസഭയുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് അവസാനമായി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ആസാദി ചാനലിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബെന്നി പാസ്റ്ററോടും കുടുംബത്തോടുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. കാര്യം ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴികാട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കഷ്ടതകളും ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങളും ലിറ്റിൽ ആൻഡമാനിൽ എങ്ങനെയാണെന്നുള്ള ഒരു അവബോധം വരുത്തുവാൻ ഈ ചാനലിൽ കൂടി നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം ആൻഡമാനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കാണുന്ന പോർട്ട് ബ്ലെയറിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ പോർട്ട് ബ്ലെയർ മാത്രമല്ല, പോർട്ട് ബ്ലെയർ മാത്രം നന്നവർ ആൻഡമാൻ ആകുന്നില്ല. എൻ്റെ പോലുള്ള ഒത്തിരി ഐലൻഡുകളുണ്ട്. അവിടെ ഇനിയും അനേക ദേവദാസന്മാർ അനേക ഐലൻഡുകളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകണം. അവിടെ കർത്താവിന്റെ വേലയ്ക്ക് നല്ല വിശാലമായ സ്ഥലം ആണ് അവിടെ ഉള്ളത്. ഇന്ത്യയില് ഈ ഐലൻഡ് ലിറ്റിൽ ആൻഡമാൻ എന്ന ഐലൻഡ് ഏകദേശം 1000 പരം ഐലൻഡുകളാണ് ഉള്ളത്. ഏകദേശം 40-42 അടുത്ത് മാത്രമേ ജനവാസം ഉള്ളു. അവിടെ നരഭോജികളായ സെൻട്രൽ ആൻഡമാൻ നരഭോജികളായ ഐലൻഡുകളുണ്ട്. അതുപോലെ പാമ്പുകളുടെ ഐലൻഡുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഐലൻഡുകളാണ് ഉള്ളത്. ഞാൻ നിൽക്കുന്നതിലെ ലിറ്റിൽ ആൻഡമാൻ ഐലൻഡാണ്. അവിടെ ഏകദേശം 35,000-ഓളം പോപ്പുലേഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ നമ്മുടെ സുവിശേഷം നമുക്ക് എല്ലാ മേഖലകളിലും ഗ്രാമാന്തരങ്ങളിലും ഒക്കെ ഈ സുവിശേഷം ആളിപ്പടരണം. അതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ആസാദി ചാനലില് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്കും വൈഫിനും കടന്നു വരുവാൻ ഞങ്ങളുടെ
ജീവിതസാക്ഷ്യങ്ങളും ഒന്ന് പറയുവാൻ ഒരു അവസരം പ്രിയപ്പെട്ട ബെന്നി പാസ്റ്ററും അതുപോലെ ജോൺസൺ പാസ്റ്ററും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ആസാദ് ചാനലുമായി ബന്ധപ്പെട്ട് ബെന്നി പാസ്റ്റർ ഞങ്ങൾക്ക് ഇത്രയും സമയം ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുവാനും ഞങ്ങളെ ഇനി മുന്നോട്ട് എങ്ങനെ ഞങ്ങൾ പോകും അതിനെക്കുറിച്ച് പറയാനൊക്കെ ഒരു അവസരം ദൈവം. ഇതിൽ അനേക പ്രേക്ഷകരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലിറ്റി ഹനുമാന് വേണ്ടി പ്രാർത്ഥിക്കുക. കാര്യം എന്ന് വെച്ചാല് ലിറ്റി ഹനുമാൻ ശവിക്കപ്പെട്ട ഒരു ഐലൻഡാണ്. ക്രൈസ്തലോൺ സുനാമിയുടെ സമയത്ത് ഏകദേശം 1000-ൽ പരം ആളുകൾ മരിച്ചു വീണ ഒരു ഐലൻഡാണ്. അവിടെ നല്ല ഹോസ്പിറ്റലില്ല, നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല, മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നല്ല ഒരു ഓഫീസുകളോ മറ്റൊന്നും തന്നെ ഞാൻ നിൽക്കുന്ന ഐലൻഡുകളില്ല. പിന്നെ നമുക്കൊരു സീരിയസ് ഒരു വിഷയമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ബോട്ട് മാത്രമേ ഒരു ആശ്രയമുള്ളൂ. നമുക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എലി വെരി സീരിയസ് ആണെങ്കിൽ ഡോക്ടർ എലി അല്ലെങ്കിൽ തൈസാര് എലി ഹെലികോപ്റ്റർ വിളിച്ചു കഴിഞ്ഞാല് 3500 രൂപയാണ് ടിക്കറ്റ് കൊടുക്കണം, 3500 രൂപ കൊടുക്കണം. പക്ഷെ നമുക്ക് ഐഡന്റിറ്റി കാർഡോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒത്തിരി പ്രതിസന്ധി കൂടി പോകുന്ന ഒരു ഐലൻഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാനും വൈഫും വരുന്ന മാസക്കാലം അതിന്റെ മനസ്സിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനം, അതുപോലെ അവിടെ ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ, അവിടെ നല്ലൊരു ചർച്ച ആവശ്യമാണ്. അനേകര് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇത് മുഖാന്തരങ്ങളായി തീരും. ഇതിന് മുഖാന്തരം ഒരുക്കിയത് ജോൺസൺ പാസ്റ്ററാണ്. ആ പ്രിയപ്പെട്ട കത്രാസനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ദാസനുമായി ഈ ജോൺസൺ ഡാനിയൽ പാസ്റ്ററാണ് പ്രിയപ്പെട്ട ബെന്നി പാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുവാനും ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം വേർതിരിക്കാൻ തരുവാൻ ഇടയായി. തീർച്ചയായിട്ടും ഞങ്ങളുടെ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിന് ഒരു ചലഞ്ചായി മാറട്ടെ. അവർക്കും സുവിശേഷത്തിന്റെ ആ എരിവ് എത്രമാത്രം ഉണ്ട്. എന്തും ഈ ലോകത്തിന്റെ ഏത് ദേശത്ത് ചെന്നാലും അല്ലെ കർത്താവിന് വേണ്ടി ഓടുവാനുള്ള ഒരു 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 വഴികാട്ടിയായിട്ട് ഈ സാക്ഷി മാറും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സുവിശേഷ വേല ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയില്ല. എൻ്റെ നല്ല ഭക്ഷണമോ താമസ സൗകര്യമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഇതൊന്നും നോക്കിയില്ല, സമ്പത്തൊന്നും നോക്കില്ല. ഞാൻ ആരും അറിയാത്ത ഒരു ഐലൻഡിൽ, ലിറ്റി ഹനുമാൻ ഒരു ഐലൻഡിലാണ് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ദേവദാസനും ഈ പ്രേക്ഷകരായിരിക്കുന്ന ആരെങ്കിലും എന്റെ മനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ലിറ്റി ഹനുമാനിൽ വരികയും അവിടുത്തെ പ്രവർത്തനം നേരിട്ട് കാണുവാൻ കഴിയുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെൽക്കം ടു ലിറ്റി ഹനുമാൻ. ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. കർത്താവ് ഇനി ഞങ്ങൾക്കൊരു അവസരം തരുവാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ സാധിക്കും. പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവ മക്കൾക്കുള്ളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലിറ്റി ഹനുമാന് വേണ്ടി എന്റെയും എന്റെ കുടുംബത്തിന്റെയും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൽ. കുടുംബമായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ചും വലിയ വിലക്കയറ്റം ഉള്ള വലിയ വില ഉള്ള സാധനങ്ങൾക്കൊക്കെ വിലയുള്ള സ്ഥലം, യാത്രയ്ക്കൊക്കെ ഒത്തിരി ചിലവുള്ള ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് മുമ്പേ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ വിദേശത്ത് താമസിക്കുന്നത് പോലെ ചിലവുള്ളൊരു സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവദാസൻ തിരഞ്ഞെടുത്തു. ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, കുടുംബമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രേക്ഷകരും ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ ചുരുക്കമായിട്ട് പാസ്റ്റർ തന്നെ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹമായ ഈ ഉച്ചയാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ, ഈ പ്രിയപ്പെട്ട ചാനലിൽ കൂടി കർത്താവേ അനേക പ്രേക്ഷകരോട് കർത്താവേ കർത്താവ് ലിറ്റി ഹനുമാനുള്ള അല്ലെ സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ചും ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ കർത്താവേ അല്ലെ വിശാലമായ രീതിയിൽ പറയുവാൻ തക്കണം സ്വയം സഹായിച്ചു. കർത്താവേ, അനേകർ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, അനേകര് കർത്താവ് ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തക്കണം
സ്വർഗം സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്വന്തം കർത്താവെ ഇന്ന് പൽക്കാലം കർത്താവെ പ്രിയപ്പെട്ട ബെന്നിപ്പാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കർത്താവ് ഈ ചാനലിലെ അല്ലെ അടിയങ്ങൾക്ക് സാക്ഷിയായി നീക്കാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചു. അതിന് മുഖാന്തരം ഒരുക്കിയ പ്രൈസലോ ജോൺസൺ ഡാനിയൽ പാസ്റ്ററിനോടും കർത്താവെ അവരുടെ ടീമിനോടുള്ള ടീമിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കഷ്ടതകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറയുന്ന കർത്താവെ ലിറ്റാനുമാന്റെ പ്രവർത്തനം കർത്താവെ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അനേക ജീവന ക്രിസ്തുയേശുവിന്റെ ദൈവസ്നേഹം കണ്ട് അവരെ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുവാൻ തക്കണം സ്വർഗം സഹായിക്കണമേ എന്ന് പൽക്കാലം ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രൈസ് ആസാദി ചാനലിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബെന്നിപ്പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബത്തോട് സ്വർഗം കർത്താവ് സ്വർഗം ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൽക്കാലം കർത്താവെ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് ലോകത്തെമ്പാടുമായിരിക്കുന്ന കർത്താവെ ഹല്ലേലൂയ കർത്താവെ ചാനലിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പൽക്കാലം സ്വർഗത്തിലും ഭൂമിക്ക് സകലത്തിന് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ ഇത്രത്തോളം യഹോവ നടത്തിയ വിധങ്ങൾക്ക് നന്ദിയപ്പ ഹല്ലേലൂയ. ഇനി നടത്തുവാൻ കഴിയുന്ന കർത്താവെ ഞങ്ങളുടെ മധ്യമുള്ളതിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവർ അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവിന്റെ മഹത്വം കൊണ്ട് സന്തോഷമായിട്ട് വരണം. പ്രാർത്ഥന കേട്ട സ്തോത്രം മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിൻ നാമത്തന്നെ ആമേൻ. ആമേൻ ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മളെല്ലാവരുടെ മേൽ പ്രത്യേകമായി നമ്മുടെ നടുവിൽ കിടന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ അലക്സ് പാസ്റ്റർ മേൽ തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. നന്ദി പാസ്റ്ററെ, ഒരു പ്രാവശ്യത്തോടെ നന്ദി പറയും. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മനസ്സിൽ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ അനേക ദൈവദാസന്മാർ ആൻഡമാൻസിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മലയാളികളായിട്ടുള്ളവരുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ വന്നു, പ്രിയപ്പെട്ട ജയ അശോകൻ പാസ്റ്ററുടെ വൈഫ് വന്നു. എനിക്ക് തോന്നുന്നു അശോകൻ പാസ്റ്റർ ഹിന്ദി ചാനലിലും വന്നു. നമ്മുടെ ഷാജി മാത്യു ഇടമൺ, അദ്ദേഹവും ആൻഡമാൻസിൽ വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത ദേവദാസനാണ്. അങ്ങനെ ആൻഡമാൻസിൽ നിന്ന് പല ദേവദാസന്മാർ വന്ന് നമുക്ക് അനുഭവങ്ങൾ പങ്കുവെക്കുവാനിടയായി തീർന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.